Dear students, welcome to the new class. Question paper discussion, model examination 2020. നോക്കൂ, നമ്മളെ കഴിഞ്ഞ മോഡൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിർബന്ധമായിട്ടും വർക്കൗട്ട് ചെയ്തിരിക്കണം പരീക്ഷയ്ക്ക് മുൻപ് എന്നുള്ളത് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കുറെ അധികം കുട്ടികൾ ക്ലാസ് വെച്ചെങ്കിലും കുറച്ച് കുട്ടികളെ അന്ന് വന്നിരുന്നുള്ളൂ. പകുതിയോളം ഡിസ്കഷൻ അന്ന് നടത്തിയതാണ്. എങ്കിലും ഒരിക്കൽ കൂടി ഡിസ്കഷൻ എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ട് ആദ്യം മുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒന്ന് ചെയ്യണം. നിർബന്ധമായിട്ട് ഫിസിക്സ് പരീക്ഷയ്ക്ക് മുൻപ് മോഡൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായി ആൻസർ ചെയ്ത് പഠിച്ചിരിക്കണം. കാരണം മോഡൽ എക്സാമിനേഷന്റെ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് വരിക എന്നാണ് നമുക്ക് അറിവ് കിട്ടിയിട്ടുള്ളത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഇതിലത്തെ ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നിർബന്ധമായി അത് ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ചെയ്യാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കണം. അത് വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഡിസ്കഷൻ അല്ലെങ്കിൽ വീഡിയോ കാണേണ്ടത്. അതിനനുസരിച്ച് നിങ്ങൾ കൃത്യമായി പഠിക്കുക. നോക്കൂ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് എന്നുള്ള രീതിയിൽ ഡിവിഷൻസ് ആണ് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 9. 1 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ്. ഈച്ച് ക്യാരി 1 സ്കോർ. ഓരോന്നിനും 1 സ്കോർ വീതമുണ്ട്. ഓപ്ഷൻസ് വളരെ കൂടുതലാണ്. 9 എണ്ണം ഉണ്ട്. പക്ഷെ 5 എണ്ണം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഓക്കെ അല്ല? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഇലക്ട്രിക് ചാർജിന്റെ SI യൂണിറ്റ് നിങ്ങൾക്കറിയാം. ചാർജ് അളക്കാനുള്ള യൂണിറ്റ് കൂളോം ആണ്. ചാൾസ് അഗസ്റ്റിൻ കൂളോം എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ ചാർജ് അളക്കുന്ന യൂണിറ്റ് കൂളോം എന്ന് പറയുന്ന യൂണിറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. When an alternating current is flowing through an inductor, the phase difference between potential and current is. ഒരു ഇൻഡക്ടറിലൂടെ AC പാസ് ചെയ്താൽ പൊട്ടൻഷ്യൽ അഥവാ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് റിലേഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. നമുക്കറിയാം, റെസിസ്റ്റൻസിൽ കറണ്ടും വോൾട്ടേജും ഒരേ ഫേസിൽ, ഇൻഡക്ടറിൽ കറണ്ടും വോൾട്ടേജും തമ്മിൽ 90 ഡിഗ്രി ഡിഫറൻസ് ഉണ്ട്. കറണ്ട് വോൾട്ടേജിന്റെ 90 ഡിഗ്രി പുറകിലാണ്, ലാഗ് ചെയ്യുക എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കപ്പാസിറ്റർ ആണെങ്കിൽ അത് 90 ഡിഗ്രി ലീഡ് ചെയ്യണം. ഇതിൽ ലാഗ് ചെയ്യുക ലീഡ് ചെയ്യുക എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടില്ല. എത്രയാണ് വ്യത്യാസം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആൻസർ വേറെ 90 ഡിഗ്രി. റേഡിയനിലാണെങ്കിൽ 5/2. ഓപ്ഷനിലുള്ളത് 90 ഡിഗ്രി എന്നുള്ളൊരു ഓപ്ഷൻ അതിലുണ്ട്. അത് സെലക്ട് ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മൊമെന്റം ഓഫ് എ ഫോട്ടോൺ വിത്ത് വേവ് ലെങ്ത് ലാംഡ ഈസ്. ഒരു ഫോട്ടോണിന്റെ വേവ് ലെങ്ത് ലാംഡ ആണെങ്കിൽ മൊമെന്റം എന്ത് എന്നുള്ളതാണ്. ഡി ബ്രോഗ്ലി ഇക്വേഷൻ പ്രകാരം ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളുടെ അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി വേവ്സിന്റെ ഇക്വേഷൻ, വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു h/p ആണ്. ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വേവ് നേച്ചർ കൈവരിക്കുമെന്നും അങ്ങനെ ഉണ്ടാകുന്ന വേവിനെ ഡി ബ്രോഗ്ലി വേവ് എന്നും അതിന്റെ വേവ് ലെങ്ത് അദ്ദേഹം പറഞ്ഞ ഇക്വേഷൻ പ്രകാരം കാൽക്കുലേറ്റ് എങ്ങനെയാണ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ ഇറ്റ്സ് മൊമെന്റം എന്നാണ്. അതുകൊണ്ട് പിയുടെ ഇക്വേഷൻ വരിക p is equal to h/λ എന്നാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, h/λ. അപ്പൊ അത് സെലക്ട് ചെയ്യാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ബോർ an electron can revolve around the nucleus only in those orbits whose angular momentum is an integral multiple of dash എന്നാണ് ഇട്ട് വെച്ചത്. ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുമ്പോൾ ഓർബിറ്റുകൾക്ക് സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് mvr ആണ്. ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ അത് h/2π ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഈ രീതിയിലുള്ള ആംഗുലാർ മൊമെന്റം വരുന്ന സ്ഥലത്ത് മാത്രമേ ഇലക്ട്രോൺസിന് ന്യൂക്ലിയസിന് ചുറ്റും സ്റ്റേബിൾ ആയിട്ട് കറങ്ങാൻ സാധിക്കത്തുള്ളൂ. ഇത് ബോർ തിയറിയുടെ ഒരു പോസ്റ്റുലേറ്റ് കൂടിയാണ്. Angular momentum of revolving electron mvr is equal to m into h/2π. So it is nh/2π. ആറ്റം മോഡലിൽ കൃത്യമായി പോസ്റ്റുലേറ്റ് പറയുന്നുണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ZXa എന്നാണ് തന്നിട്ടുള്ളത്. ഒരു എലിമെന്റിന്റെ റെപ്രസെന്റേഷൻ ആണത്. ഇതിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് എഴുതാം. നോക്കൂ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ Z എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസിന്റെ എണ്ണമാണ്. അറ്റോമിക് നമ്പർ എന്നാണ് വിളിക്കുക. അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നും പറയാം. കാരണം ആറ്റം ന്യൂട്രൽ ആണ്, പ്രോട്ടോണിന്റെ അത്രയും എണ്ണം ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. Z
സോ അറ്റോമിക് നമ്പർ Z is equal to number of proton. പ്രോട്ടോണിന്റെ എണ്ണം Z ആണ്. ഇനി എന്താണ് മാസ് നമ്പർ എന്നുള്ളതാണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തെ വിളിക്കുന്ന പേരാണ് മാസ് നമ്പർ. അതിൽ പ്രോട്ടോണുകളുടെ എണ്ണത്തെ നമ്മൾ Z എന്നാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ന്യൂട്രോണിന്റെ എണ്ണം കിട്ടണമെങ്കിൽ ആകെ എണ്ണത്തിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ A-Z കണ്ടാൽ അത് ന്യൂട്രോണിന്റെ എണ്ണത്തിന് ഈക്വൽ ആയിരിക്കും. സോ നമ്പർ ഓഫ് ന്യൂട്രോൺ ഈസ് A-Z. A is the number of proton plus neutron minus number of proton. You get definitely the number of neutrons. Okay. ആറാമത്തെ ക്വസ്റ്റ്യൻ, എ സ്റ്റേഷനറി ചാർജ് ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ്. ശരിയോ തെറ്റോ എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത്. ഒരു നിശ്ചലാവസ്ഥയിലുള്ള ചാർജിന് ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് മുതൽ ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഒരു ചാർജ് റെസ്റ്റ് ആണെങ്കിൽ അതിന് ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. ആ ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ മൂവിങ് ചാർജസിന് ഇലക്ട്രിക് ഫീൽഡിന്റെ കൂടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ ചാർജ് മൂവ് ചെയ്യുന്നത് ഒരു ആക്സലറേഷനോട് കൂടിയിട്ടാണെങ്കിൽ ആ ചാർജ് എനർജി റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓസിലേറ്റിംഗ് ചാർജ് എന്നാണ് വിളിക്കുക. അങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്ന ചാർജുകൾ, ഓസിലേറ്റ് ചെയ്യുന്ന ചാർജുകൾ എനർജി റേഡിയേറ്റ് ചെയ്യുമ്പോൾ ആ എനർജിയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അതുകൊണ്ട് ഒരു ആക്സലറേഷനോട് കൂടി മൂവ് ചെയ്യുന്ന ചാർജുകൾക്ക് മാത്രമേ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെ പുറത്തേക്ക് വിടാൻ സാധിക്കത്തുള്ളൂ. ഈ പറഞ്ഞിരിക്കുന്നത് സ്റ്റേഷനറി ചാർജ് EM വേവിനെ വിട്ടുന്നതാണ്. ഇറ്റ് ഇസ് നെവർ പോസിബിൾ. ഇറ്റ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഫാൾസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. What is the value of magnetic field at the center of a circular coil having n turns carrying current? ഒരു സർക്കുലർ കോയിൽ അതിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സർക്കുലർ കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എസ്എ ടോപ്പിക് ആയിട്ട് ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു ചിത്രമൊക്കെ വരച്ചിട്ട് എന്നിട്ട് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയെന്ന് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണെന്ന് കണ്ടെത്തിയ ശേഷം ഇത് 6, ഇവിടെ ഇങ്ങോട്ടുള്ള അകലം x, ഇത് സ്മോൾ ലെറ്റർ r ആണെന്ന് വിചാരിച്ചിട്ട് നമ്മളത് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അതിന്റെ സെന്ററിൽ എന്ന് വെച്ചാൽ x is equal to 0 എന്നുള്ള കണ്ടീഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ കിട്ടിയുള്ളത് μ0 I/2r എന്നാണ്. റിംഗ് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. n റിംഗ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ μ0 Ni/2r ആണ്. അതുകൊണ്ട് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെന്റർ ഓഫ് സർക്കുലർ കോയിൽ carrying n turns. n ടേൺസ് ഉള്ള കോയിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും μ0 Ni/2r ആണ്. സ്മോൾ ലെറ്റർ n ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് μ0 Ni/2r. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 8. A bulk piece of conductors are subjected to changing magnetic flux. ഒരു മെറ്റാലിക് പ്ലേറ്റ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിന് വിധേയമായാൽ dϕ/dt സറൗണ്ടിങ്ങിൽ ഉണ്ടായാൽ ഇതിന്റെ ഉള്ളിൽ ഒരു സർക്കുലേറ്റിംഗ് കറന്റ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ആ കറണ്ടിനെ വിളിച്ച പേരെന്താണ്? എഡ്ഡി കറന്റ്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് നെയിം ദ കറന്റ്. ഇറ്റ് ഈസ് എഡ്ഡി കറന്റ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 9. The redistribution of energy due to the superposition of two or more light waves is called. എനർജിയുടെ പുനർക്രമീകരണമാണ്. ഇന്റർഫറൻസ് എന്ന് പറയുന്ന ഒപ്റ്റിക്സിലെ ടോപ്പിക്സ് പഠിക്കുമ്പോൾ രണ്ട് കൊഹിറന്റ് സോഴ്സ് എന്നുള്ള ലൈറ്റ് കൂടിച്ചേർന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ സ്ഥലത്ത് കൂടുതൽ തെളിച്ചം മാത്രമാണ്. എന്നാൽ കൊഹിറന്റ് സോഴ്സ് എന്നുള്ള ലൈറ്റ് ഒരു സ്ക്രീനിൽ പതിപ്പിച്ചാൽ അവിടെ ലൈറ്റും കൂടിച്ചേരുന്ന സ്ഥലത്ത് ഇരുട്ടും വളരെ തീവ്രത കൂടിയ ലൈറ്റും വീണ്ടും ഇരുട്ട് വളരെ തീവ്രത കൂടിയ ലൈറ്റ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ കാണാൻ സാധിക്കും. ആ പ്രതിഭാസത്തെയാണ് ഇന്റർഫറൻസ് എന്ന് വിളിക്കുന്നത്. ഇന്റർഫറൻസിൽ ലൈറ്റ് കൂടിച്ചേരുന്ന സ്ഥലത്ത് ഡാർക്ക് വന്നാൽ ലൈറ്റ് എനർജി ഇല്ലാണ്ടായി എന്നൊരു ആശയം പറയാറുണ്ട്. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഡാർക്ക് സ്ഥലത്തെ എനർജിയെ പിടിച്ച് ബ്രൈറ്റ് സ്ഥലത്തേക്ക് കൊടുക്കുകയാണ്. അപ്പൊ അവിടുത്തെ ലൈറ്റിന്റെ തീവ്രത കൂടും. നഷ്ടപ്പെട്ട സ്ഥലത്ത് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഡാർക്ക് എന്ന് പറയുന്ന ഒരു റീജിയൻ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ എനർജിയെ നിർമ്മിക്കുന്നില്ല, നശിപ്പിക്കുന്നില്ല. പകരം എനർജി ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ദാറ്റ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി ഓൺ എ സ്ക്രീൻ ഈസ് നോൺ ആസ് ഇന്റർഫറൻസ്. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 9ന്റെ ആൻസർ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ അത് ഇന്റർഫറൻസ് എന്ന് പറയുന്ന ഫിനോമിനയാണ്. ഈ 9 എണ്ണമാണ് ഒറ്റ വാക്കില് അല്ലെങ്കിൽ ഒരു മാർക്കിന് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ മോഡൽ എക്സാമിന് തന്നിട്ടുള്ളത്. ഓക്കെ. ഇനി രണ്ടാമത്തെ പാർട്ടിലേക്ക് നോക്കുക. ബി പാർട്ടാണ്. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 10 to 30. 10 മുതൽ 13 വരെ ഒരു സെഷൻ തന്നിരിക്കുകയാണ്.
എന്നിട്ട് എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാനാണ് പറയുന്നത്. ഈച്ച് ക്യാരി 1 സ്കോർ, അതിനും ഒരു സ്കോർ തന്നെയാണ്. അപ്പൊ ഈ സെക്ഷനിൽ നിന്ന് നിർബന്ധമായിട്ട് 4 എണ്ണം ചെയ്തിരിക്കണം, 4 എണ്ണേ തന്നിട്ടുള്ളൂ. ഇങ്ങനൊരു ഡിവിഷൻ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്, ശ്രദ്ധിച്ചു. Question number 10. When a dielectric is placed between the plates of a capacitor, its capacity decreases, increases, remains same എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. ഒരു കപ്പാസിറ്ററിന്റെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇടയ്ക്ക് ഒരു ഇൻസുലേറ്റർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇൻസുലേറ്ററിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K ആണെങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് പുതിയ കപ്പാസിറ്റി സമം K ഇൻറ്റു ε0/d എന്നാണ്. Kയുടെ വില എപ്പോഴും ഒന്നിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് ഒരു ഇൻസുലേറ്റർ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്ക് ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റി വർദ്ധിച്ചിരിക്കും. The new capacity increases by K times. തിയറി പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. Question number 11. Which of the following material is used to make standard resistance? ഇതിൽ തന്നിരിക്കുന്നത് കുറെ റെസിസ്റ്റൻസുകളുണ്ട്. കാർബൺ, ജെർമേനിയം, കോപ്പർ, മാംഗനൈൻ ഓർ മെൻഗാനിൻ. ഈ പറയുന്ന എലിമെന്റുകളിൽ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ നമ്മൾ ഏതാണ് യൂസ് ചെയ്യാറുള്ളത് എന്നതാണ്. നമുക്ക് മീറ്റർ, ബ്രിഡ്ജ്, പൊട്ടൻഷ്യോ മീറ്റർ തുടങ്ങിയ ഉപകരണങ്ങളിലൊക്കെ വലിച്ചു കെട്ടിരിക്കുന്ന വയറിന്റെ ഒരു പ്രത്യേകത പറഞ്ഞിരുന്നു. എക്സ്പെരിമെന്റ് എത്ര തവണ ചെയ്താലും അതിലൂടെ കറന്റ് ഒഴുകിയാൽ ഹീറ്റ് ചൂടാവും. ചൂടായി കഴിഞ്ഞാൽ ആ വയറിന്റെ റെസിസ്റ്റൻസ് മാറൂല. ഇപ്പൊ റെസിസ്റ്റന്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ആയിട്ടുള്ള ചില പദാർത്ഥങ്ങളുണ്ട്. കോൺസ്റ്റന്റ്, മാംഗനൈൻ തുടങ്ങിയ പദാർത്ഥങ്ങളാണ്. ഈ പദാർത്ഥങ്ങളാണ് ലബോറട്ടറികളിൽ പ്രധാനമായിട്ട് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറുള്ളത്. കാരണം പരീക്ഷണം ചെയ്യുമ്പോൾ മെറ്റാലിക് കണ്ടക്ടർ ചൂടായാലും റെസിസ്റ്റൻസിന്റെ വാല്യൂവിൽ ഇവയ്ക്ക് മാറ്റം സംഭവിക്കില്ല. ഇപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ മാംഗനൈൻ ഉണ്ട്. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാനുള്ള പദാർത്ഥങ്ങളിൽ ഏതാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ മാംഗനൈൻ ആണ്. വേറെ ഒന്ന് കോൺസ്റ്റാന്റൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. The susceptibility of a diamagnetic material is. ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ സസെപ്റ്റിബിലിറ്റി XM എന്ന് പറഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ റിപ്പൽ ചെയ്യുന്നത് കൊണ്ട് XMന്റെ വില നമ്മൾ എഴുതി വെച്ചാൽ ഇറ്റ് ഈസ് നെഗറ്റീവ് എന്നാണ്. എന്തുകൊണ്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ തിയറി പാർട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഫോർ എ diamagnetic material is negative. Okay. The blue color of the sky is due to. ആകാശത്തിന്റെ നീല നിറം എന്തുകൊണ്ടാണ്? നീല നിറത്തിന് കാരണം എന്താ? Due to the scattering of light. പ്രകാശത്തിന്റെ സ്കാറ്ററിംഗ്സ് ഉള്ളത് കൊണ്ടാണ് അന്തരീക്ഷം നീല നിറത്തിൽ കാണുന്നത്. റെയ്ലീ സ്കാറ്ററിംഗ് ലോ എന്ന് പറഞ്ഞുകൊണ്ട് തിയറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി പാർട്ട് 2. പാർട്ട് 1-ലെ 2 സെക്ഷനാണ്, എയും ബിയും. ഓപ്ഷൻ ഉള്ള ഒരു സെഷനും ഓപ്ഷൻ ഇല്ലാത്തൊരു സെഷനും ചേർന്നിട്ടാണ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അവസാനിക്കുന്നത്. ഓക്കെ അല്ല? ഇനി പാർട്ട് 2 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ് ഫ്രം 14 to 17. 14 മുതൽ 17 വരെ 4 ക്വസ്റ്റ്യൻസ് തന്നതിൽ 2 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം ഉണ്ടായിരിക്കും. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരമായിരിക്കും പബ്ലിക് എക്സാം എന്നാണ് നമ്മളോട് പറയുന്നത്. അത് ക്വസ്റ്റ്യൻ നമ്പർ 14 ഇതാണ്. സ്റ്റേറ്റ് ഗോസ്സ് ലോ ഇൻ മാഗ്നറ്റിസം. മാഗ്നറ്റിസത്തിലെ ഗോസ്സ് ലോ നോക്കൂ. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗോസ്സ് ലോ E dot ds സർഫസ് ഇന്റഗ്രൽ will be equal to q by epsilon 0 ആണ്. എന്നാൽ ഇതേ സംഭവം നമ്മൾ മാഗ്നറ്റിസത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് it will be 0. എന്നിട്ട് ഇതിന്റെ അപ്പുറത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു മാഗ്നറ്റിക് മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. കാന്തത്തിന് ഒരു പോളായി നിൽക്കാൻ സാധിക്കില്ല എന്നൊരു അർത്ഥമാണ് ഗോസ്സ് ലോ ഇൻ മാഗ്നറ്റിസം നമ്മളോട് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഗോസ്സ് ലോ ഇൻ മാഗ്നറ്റിസം. ആ ഇക്വേഷൻ എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. Draw the phasor diagram for an AC voltage applied to series LCR circuit. LCR ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, റെസിസ്റ്റൻസ് ഈ 3 സീരീസ് ആയിട്ട് കൊടുത്താൽ അതിന്റെ ഫേസർ ഡയഗ്രാം വരച്ചു കൊടുക്കുക. ക്ലാസ്സിലെ തിയറി പറയുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഫേസർ ഡയഗ്രാം മാത്രമായിട്ട് ചിലപ്പോൾ ഇത് ചോദിക്കാറുണ്ട്. അത്രയും ഇമ്പോർട്ടന്റ് ആണ് LCR സർക്യൂട്ട്. ഫേസർ ഡയഗ്രാം നമ്മൾ ആദ്യം വരയ്ക്കിയതാണ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ. നമുക്ക് ഇതിൽ ആക്സിസ് ഫിറ്റ് ചെയ്ത് വരയ്ക്കാം. ആക്സിസ് ഇല്ലാതെ ഫേസർ ഡയഗ്രാം മാത്രമായിട്ട് വരയ്ക്കാം. അപ്പൊ ആക്സിസ് ഇല്ലാത്ത രീതിയിലാണ് ഞാൻ വരയ്ക്കുന്നത്. ഇത് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ. സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ടും വോൾട്ടേജ് റെസിസ്റ്റൻസിൽ എങ്ങനെയാണ്? ഒരേ ഫേസിലാണ്. അതുകൊണ്ട് റെസിസ്റ്റൻസിന് വരയ്ക്കുമ്പോൾ സർക്യൂട്ടിലൂടെയുള്ള കറണ്ടിന് ആയിന്ന് കൊടുത്ത് അതേ ഡയറക്ഷൻ കൊടുക്കുക. കാരണം റെസിസ്റ്റൻസിന്റെ തിയറി പ്രകാരം വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലാണ്.
അപ്പൊ സർക്യൂട്ട് സീരീസ് ആയതുകൊണ്ട് എല്ലാവരുടെയും പോകുന്ന കറണ്ട് സെയിം ആവും. അപ്പൊ റെസിസ്റ്റൻസിന് അക്രോസുള്ള വോൾട്ടേജും അതിലൂടെ ഒഴുകുന്ന കറണ്ടും സെയിം ഫേസ്. അടുത്ത ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഇൻഡക്ടറിന്റെ വോൾട്ടേജ് ആണ്. ഇൻഡക്ടറിന്റെ വോൾട്ടേജും കറണ്ടും നമ്മൾ റിലേഷൻ എന്താ? കറണ്ട് വോൾട്ടേജിന്റെ 90 ഡിഗ്രി പുറകിലാണ്. കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ അപ്ലൈഡ് വോൾട്ടേജ് എന്നാണ്. അപ്പൊ ആംഗിൾ പറയാൻ നമ്മൾ ആന്റി ക്ലോക്ക് വൈസിലാ. പോസിറ്റീവ് ആംഗിൾ, നെഗറ്റീവ് ആംഗിള് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതുകൊണ്ട് വോൾട്ടേജിന്റെ പുറകിൽ കറണ്ട് വരണമെങ്കിൽ 90 ഡിഗ്രി വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതായിരിക്കണം നിങ്ങളുടെ കറണ്ടിന്റെ വോൾട്ടേജിന്റെ ഡയറക്ഷൻ വരേണ്ടത്. സോ ഇറ്റ് ഈസ് VL. കറണ്ടിനെ സംബന്ധിച്ച് നോക്കൂ, കറണ്ട് 90 ഡിഗ്രിയിൽ 5/2 റേഡിയൻ പുറകിലാണ്. കപ്പാസിറ്ററിനെ സംബന്ധിച്ച് കറണ്ട് മുന്നിലാണ് പോകേണ്ടത്. അപ്പൊ വോൾട്ടേജ് കപ്പാസിറ്റർ വരയ്ക്കേണ്ടത് താഴത്തേക്കാണ് 90 ഡിഗ്രി. VC വോൾട്ടേജ് ഇതാ 5/2 റേഡിയൻ വരച്ചു. വോൾട്ടേജ് കറണ്ടിൽ നോക്കുമ്പോൾ കറണ്ട് മുന്നിലാണ് വോൾട്ടേജിന്റെ 5/2 റേഡിയൻ. സോ ദിസ് ഈസ് ദ ഫേസർ ഡയഗ്രാം. ഇനി വോൾട്ടേജുകൾ കൂട്ടിയാണ് അറ്റ് ഹൈ ഫ്രീക്വൻസി VL ഗ്രേറ്റർ ദാൻ VC. സോ റിസൾട്ടന്റ് ഈസ് VL മൈനസ് VC. ഇത് രണ്ടും കൂടി കൂട്ടിയ ബാക്കിയുള്ളത് ഈ ഭാഗത്തേക്ക് നിൽക്കും. കാരണം VL കൂടുതലാണ് ഹൈ ഫ്രീക്വൻസി. ഹൈ ഫ്രീക്വൻസി കേസാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ VL മൈനസ് VCയും VRും ഒരു വോൾട്ടേജ് ഇങ്ങോട്ടും ഒരു വോൾട്ടേജ് ഇങ്ങോട്ടായ റിസൾട്ടന്റ് ഇതായിരിക്കും. സോ ദിസ് ഈസ് ദ റിസൾട്ടന്റ് വോൾട്ടേജ്. ഇവയ്ക്ക് ഇടയ്ക്കുള്ള ആംഗിള് നമ്മൾ കൊടുക്കാറുള്ളത് ഡെൽറ്റ എന്നാണ്. സോ ദിസ് ഈസ് ദ ഫേസർ ഡയഗ്രാം. ഓക്കെ, 2 മാർക്ക് ഡയഗ്രത്തിന് മാത്രം. Question number 16. A gate is a digital circuit that follows logical relationship between the input and output. Gate ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ. Which is the universal gate? Which are the universal gate? ഏതൊക്കെയാണ് യൂണിവേഴ്സൽ ഗേറ്റുകൾ? യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് NAND ഗേറ്റ് ആണ്, അല്ലെങ്കിൽ NOR ഗേറ്റ് ആണ്. ഈ 2 ഗേറ്റുകളാണ് യൂണിവേഴ്സൽ ഗേറ്റുകൾ എന്നറിയപ്പെടുന്നത്. കാരണം ഏത് ഗേറ്റിന്റെയും ട്രൂത്ത് ടേബിൾ ലോജിക്കൽ ഓപ്പറേഷൻ ഈ ഗേറ്റുകൾ വെച്ചുകൊണ്ട് കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. എല്ലാ ഗേറ്റുകളുടെയും ഓപ്പറേഷൻ കിട്ടുന്നത് കൊണ്ടാണ് ഈ 2 ആളുകളെ നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, വൈ ആർ ദേ കോൾഡ് സോ? അപ്പൊ അതിന്റെയും കൂടി ആൻസർ ആയി. ഇത് 2 യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് വിളിക്കുന്നു കാരണം ഇത് ഉപയോഗിച്ചുകൊണ്ട് മറ്റു ഗേറ്റുകളുടെ ട്രൂത്ത് ടേബിൾ അഥവാ ഓപ്പറേഷൻ ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 17. വാട്ട് ആർ കൊഹിറന്റ് സോഴ്സസ്? എന്താണ് കൊഹിറന്റ് സോഴ്സസ് എന്ന് പറയുന്നത്? ഞാൻ ഇന്റർഫെറൻസ് എന്ന് പറയുന്ന ഫിനോമിന പറയുമ്പോൾ പറഞ്ഞിരുന്നു, ലൈറ്റും കൂടി ഒരു സ്ക്രീനിൽ സംയോജിപ്പിക്കാൻ വിട്ടാൽ, കൂടിച്ചേരാൻ വിട്ടാൽ ഇരുട്ടുണ്ടാവുന്ന ഫിനോമിന ഉണ്ട്. തൊട്ടപ്പുറത്ത് ലൈറ്റ് ശക്തിയിൽ ഉണ്ടാവും. ലൈറ്റും കൂടി ഇരുട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അതൊരു അത്ഭുതമാണ് നമുക്ക്. ലൈറ്റ് ഒരു വേവ് ആയതുകൊണ്ട് ഒരു വേവിന് അടുത്ത വേവിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനോമിനയാണ് ഇന്റർഫറൻസ് എന്നതിലൂടെ പറയുന്നത്. അപ്പൊ നമ്മൾ അടിക്കുന്ന ലൈറ്റ് സോഴ്സുകളുടെ പ്രത്യേകത അവ കൊഹിറന്റ് ആയിരിക്കണമെന്ന്. എന്താണ് സോഴ്സുകൾ കൊഹിറന്റ് ആയാലുള്ള പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഒരേ ആംപ്ലിറ്റ്യൂഡ്, ഒരേ വേവ് ലെങ്ത്, ഒരേ ഫ്രീക്വൻസി, ഒരേ ഫേസ് അല്ലെങ്കിൽ ഫേസിലുള്ള വ്യത്യാസം കോൺസ്റ്റന്റ്. ഈ കണ്ടീഷനിലുള്ള ലൈറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സിന്റെ പേരാണ് കൊഹിറന്റ് സോഴ്സ്. Okay, 2 light sources are said to be coherent if they emit light waves of same amplitude, same wavelength, same frequency, same phase, or having constant phase difference. Such sources are known as coherent sources. Okay. ഇനി പാർട്ട് 2 തന്നെ രണ്ടാമത്തെ സെക്ഷൻ ആണ് പറയുന്നത്. ആൻസർ any 2 questions from 18 to 20. 18 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യനിൽ 2 എഴുതുക. 18, 19, 20. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ് 2 മാർക്ക് വെച്ചിട്ടുണ്ട് അതിന് തരുന്നത്. എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് പെർപെൻഡിക്കുലർ ടു എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, 90 ഡിഗ്രിയിൽ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ചാർജിന്റെ പാത സർക്കുലാർ പാതയായിട്ട് മാറും. പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ എങ്ങനെ? സ്പീഡിലൊന്നും മാറ്റം വരില്ല. പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ചാർജ് മൂവ് ചെയ്താൽ പാത്ത് ഓഫ് ദ ചാർജ് വിൽ ബി സർക്കുലാർ. ഈ പെർപെൻഡിക്കുലർ അല്ല, വേറെ ഏതെങ്കിലും ആംഗിളിലാണ് പോകുന്നതെങ്കിൽ ഈ പറയുന്ന ചാർജിന്റെ പാത ഹെലിക്കലായിട്ട് സ്പ്രിംഗ് ഷേപ്പിൽ മാറും. This is the magnetic field. This is the direction of path when charge is moving in a magnetic field other than an angle 90 degree. 90 degree ആണെങ്കിൽ അത് സർക്കിൾ, 90 ഡിഗ്രി അല്ലെങ്കിൽ അത് ഹെലിക്കൽ പാതയായിരിക്കും.
2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. റൈറ്റ് എനി 2 യൂസസ് ഓഫ് എക്സ്റേസ്. എക്സ്റേയുടെ 2 ഉപയോഗങ്ങൾ പറയാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന ചാപ്റ്ററിൽ നിങ്ങളെ കയ്യിലേക്ക് പ്രിന്റ് ഔട്ട് തന്നിരുന്നു. വേവുകളുടെ പ്രോപ്പർട്ടീസ്, EM വേവുകളുടെ പ്രോപ്പർട്ടീസ് നിർബന്ധമായും പഠിക്കേണ്ടതാണ്. അതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. എക്സ്റേ എവിടേക്കാണ് ഉപയോഗിക്കുന്നത്? ഒന്ന് എക്സ്റേ ഫോട്ടോഗ്രാഫിയിൽ, മെഡിക്കൽ ഫീൽഡാണ്. എക്സ്റേ ഫോട്ടോഗ്രാഫിയിൽ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നുണ്ട്. അറ്റോമിക് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് എക്സ്റേ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മെറ്റലുകളുടെ പൊട്ടലുകളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട്, ക്രാക്സ് ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് എക്സ്റേ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും 2 യൂസ് നിങ്ങൾ ആ ലിസ്റ്റ് നോക്കി പഠിച്ച് എഴുതി കൊടുക്കുക. യൂസസ് ഓഫ് എക്സ്റേസ്. What is the equation for torque acting on a dipole placed in a uniform electric field? Question number 20 ആണ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡില് ഡൈപോൾ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിന്റെ ഇക്വേഷൻ. ടോർക്കിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചുള്ളത് 1ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്ന സമയത്ത് എഴുതി വെച്ചുള്ള തിയറിയുടെ ഭാഗമാണ്. ടോ ഈക്വൽ ടു P ക്രോസ് T. എപ്പോഴാ ടോർക്ക് മാക്സിമം ആവുക? when theta equal to 90 degree. 2ാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം ടോർക്ക്? ദ ആംഗിൾ ബിറ്റ്വീൻ dipole moment and electric field will be 90 degree. Then we get maximum torque. പാർട്ട് 3ലേക്കാണ്. പാർട്ട് 1ല് 2 സെക്ഷൻ, ഓരോ മാർക്കിന്റെ തന്നെയാണ്, മാർക്കുകളും വ്യത്യാസമൊന്നുമില്ല. പാർട്ട് 2ലേക്ക് വന്നു. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അവിടെയും 2 സബ് സെക്ഷൻസ് ഉണ്ട്. ക്വസ്റ്റ്യന്റെ എണ്ണത്തിൽ ചില വ്യത്യാസങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. പാർട്ട് 3 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് 3ൽ വരുന്നത്. അതിൽ എ പാർട്ട്. ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 21 to 24. 21 മുതൽ 24 വരെ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഈച്ച് ക്വസ്റ്റ്യൻ carries 3 scores. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതം ഉണ്ട്. ക്വസ്റ്റ്യൻ കേട്ടോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 21. The resistance is the opposition offered by a material to the flow of current. റെസിസ്റ്റൻസ് എന്നുകൊണ്ട് ഒരു കണ്ടക്ടർ കറണ്ടിന്റെ ഒഴുക്കിനെതിരെ കൊടുക്കുന്ന തടസ്സം എന്നാണ് ഉദ്ദേശിക്കുന്നത്. The unit of resistance is. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താ? ഓം ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. Find the equivalent resistance of 2 resistors R1 and R2 connected in parallel. 2 റെസിസ്റ്ററുകൾ R1 ഉം R2 പാരലൽ ആയിട്ട് കൊടുത്താൽ ഇഫക്റ്റീവ് എന്താണ്? നമ്മൾ ക്ലാസ്സിൽ 3 എണ്ണം ഉള്ള ചിത്രമാണ് വരച്ചിരുന്നത്. അതിന് പകരം ഇവിടെ എത്ര എണ്ണം മതി? 2 എണ്ണം മതി. ഇതാണ് നമ്മൾ ക്ലാസ്സിൽ വരച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് ഏതെങ്കിലും ഒന്നിനും ഒഴിവാക്കാം. തൽക്കാലം സെന്റർ പാർട്ട് അങ്ങോട്ട് വേണം. എന്നിട്ട് ഇത് നേരെ ഒരു ബാറ്ററിയിലേക്ക് കൊടുത്താൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എത്ര? ഇത് നമുക്ക് R1 എന്ന് വിളിക്കാം, R2 എന്ന് വിളിക്കാം. ബാറ്ററി കൊടുത്ത സ്ഥിതിക്ക് കറണ്ട് പുറത്തേക്ക് ഇറങ്ങും. 2 വഴികൾ ഉണ്ടാവും. ഇവിടെ മുറിയും. അങ്ങോട്ടായി 1, ഇങ്ങോട്ടായി 2. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തിയറി പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ ഇക്വേഷൻ സെറ്റ് ചെയ്യാം? ഡിഫറെന്റ് ആയി വരുന്നത് ആരാണ് അയാൾക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ ഡിഫറെന്റ് ആയി വന്നത് ആള് കറണ്ട് ആണ്. സോ യു ക്യാൻ റൈറ്റ് I is equal to I1 plus I2. But you know by Ohm's law V is equal to IR. I is equal to V by R. That is V by R is equal to I1 എന്ന് പറഞ്ഞാൽ V by R1. I2 എന്ന് പറഞ്ഞാൽ V by R2. V is common, get cancel. That is 1 by R is equal to 1 by R1 plus 1 by R2. This is the equation of effective resistance. So 1 by R effective is equal to 1 by R1 plus 1 by R2. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ 3 എണ്ണം വെച്ച് ചെയ്തു. പരീക്ഷയ്ക്ക് 2 എണ്ണേ വെച്ചിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 22. 22ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. A spherical mirror is a mirror with a curved reflecting surface. ഒരു സ്പെറിക്കൽ മിറർ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലിപ്പിക്കുന്ന ഭാഗം ഒരു സ്ഫിയറിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കർവേച്ചർ ആയിട്ടാണ് നമുക്ക് കിട്ടുക. What is the relation between focal length and radius of curvature of a mirror? ഒരു മിററിന്റെ ഫോക്കൽ ലെങ്തും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒപ്റ്റിക്സിന്റെ തിയറി പാർട്ടിൽ അത് കൃത്യമായിട്ട് രാവ് എഴുതി വെച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നമ്മുടെ ലാബില് പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ റിലേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. F is equal to R/2. ഫോക്കൽ ലെങ്ത് is equal to നോർമൽ റിഫ്ലക്ഷൻ മെത്തേഡിന്റെ തിയറി അതാണ്. ഫോക്കൽ ലെങ്ത് F is equal to R/2. നേരെ തിരിച്ചു എഴുതാം. R equal to 2F. ഏതെഴുതിൽ മാർക്ക് കിട്ടും. Prove that for a concave mirror forming real image 1 by U plus 1 by V is equal to 1 by F. ഒരു മിററിനെ സംബന്ധിച്ച് മിറർ ഇക്വേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കൊടുക്കുക. ക്ലാസ്സിലെ തിയറി അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. എങ്കിലും ഞാനൊന്ന് പറഞ്ഞു പോവാം എങ്ങനെയാണ് മിറർ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനം ഒപ്റ്റിക്കൽ ഡയഗ്രാംസ് വരയ്ക്കുക എന്നുള്ളതാണ്. റേ ഡയഗ്രാംസ് വരയ്ക്കുക എന്നുള്ളതാണ്. ഇതൊരു
കോൺകേവ് മിറർ ആണെന്ന് വിചാരിക്കുക. അതിന്റെ സെന്ററിനെ നമ്മൾ എന്ത് വിളിക്കും? ഫോൾ. പിന്നെ ഒരു സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ടാവും സി. സി മുതൽ പി വരെയുള്ള അകലം റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. ഇതിലൂടെ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഈ പ്രിൻസിപ്പൽ ആക്സിസിന്റെ തൊട്ട് പുറകിലായിട്ട്, അപ്പൊ ബിറ്റ്വീൻ ബിയോണ്ട് 2f എന്ന് പറയുന്ന കണ്ടീഷൻ കിട്ടാൻ വേണ്ടി അതിന് പുറകിലായിട്ട് ഓബ്ജക്റ്റ് കൊണ്ടുവയ്ക്കും. തിയറി പറയുമ്പോൾ OA എന്നായിരിക്കും ഓബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ നിങ്ങൾക്ക് ക്ലാസ്സിൽ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ ചെയ്യാം. OA എന്ന് കൊടുക്കുക. അതിൽ ഒരു ലൈറ്റ് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ചെന്ന് പതിക്കും. നമുക്കതിനെ ബി എന്ന് വിളിക്കാം. ആ ബിയിൽ നിന്ന് വന്നിരിക്കുന്ന ആംഗിളിന്റെ അതേ ആംഗിളിൽ തിരിച്ചു പോരുമ്പോൾ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ മാത്രമേ കടന്നു പോകൂ. അപ്പൊ ഈ ഭാഗത്തെ നമുക്ക് എഫ് എന്ന് വിളിക്കാം. അതിലൂടെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് പോയി. അത് കഴിഞ്ഞ് ഒരു ലൈറ്ററെ നമുക്ക് പോളിൽ ചെന്ന് പതിക്കുന്നതായിട്ട് കാണിക്കാം. പോളിൽ ചെന്ന് പതിച്ചാൽ അതേ ആംഗിളിൽ തിരിച്ചു പോരാം. ഇത്ര ആംഗിളാണ് ഇടിച്ചത്. കാരണം നോർമലുമായി വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതേ ആംഗിളിൽ തിരിച്ചു പോരും. ഈ തിരിച്ചു പോരുന്ന ലൈറ്റ് നേരത്തെ വന്ന ലൈറ്റുമായിട്ട് ഒരു സ്ഥലത്ത് കൂട്ടിമുട്ടും. റിഫ്ലക്റ്റഡ് ലൈറ്റ് മുട്ടുന്നതായി തോന്നുന്നതോ ആയ സ്ഥലത്താണ് ഇമേജ് ഫോം ചെയ്യുക. അപ്പൊ ഇവിടെ റിയൽ ആയിട്ട് കൂട്ടിമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇമേജ് ഫോം ചെയ്തു. ആ ഇമേജിനെ നമ്മൾ എന്താ വിളിക്കുക? അയ്യാം. ഈ രണ്ട് റേ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. ഇവിടെ കുറെ റൈറ്റ് ആംഗിൾസ് സിമിലർ ആയി വരുന്നതുണ്ട്. അവയുടെ സൈഡുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് ഈ റിലേഷൻ നമ്മൾ എടുക്കുക. അപ്പോ ഈ പറയുന്ന ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസ് വരുന്ന ഈ ഒരു ഭാഗം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയി ഫോം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ചെറിയൊരു പെർപെൻഡിക്കുലർ വരും. അതിന്റെ പ്രത്യേകത ആ പോയിന്റ് പോളിനോട് വളരെ അടുത്താണ്. ഞാൻ അതിനെ പി ഡാഷ് എന്ന് വിളിച്ചാൽ പി പ്രൈം എന്ന് വിളിക്കും. ഈ പി പ്രൈം എന്ന് പറയുന്ന പോയിന്റ് പിയോട് വളരെ അടുത്താണ്. അപ്പൊ അപ്രോക്സിമേഷനിൽ പി പ്രൈം ആയിട്ട് എടുക്കാം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. കാരണം അത്രയും അടുത്തായിരിക്കും എടുക്കുന്നത്. പിന്നെ എന്തിനെങ്ങനെ വര വരച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ സൈഡുകൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കും. ഓക്കെ, ഇനി ഞാൻ ഇവിടെ എങ്ങനെയാണ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് നോക്കിക്കോളാം. ഒന്നാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ OAP, ഓബ്ജക്റ്റ് വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അതേപോലെ തന്നെ ഇമേജ് വരുന്ന വേറെ റൈറ്റ് ആംഗിൾ IMP, ഇത് റൈറ്റ് ആംഗിൾ. ഇവ തമ്മിൽ സൈഡുകൾ കമ്പയർ ചെയ്യാൻ പോവുകയാണ്. കാരണം രണ്ടും റൈറ്റ് ആംഗിൾ ട്രയാംഗിളുകളാണ്. അതുകൊണ്ട് തന്നെ അവയുടെ സൈഡുകൾ നമുക്ക് കമ്പയർ ചെയ്തെടുത്ത് പറയാം. കമ്പയർ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ഓബ്ജക്റ്റ് പറയുമ്പോൾ അതേ ട്രയാംഗിളില്, അതിന് തുല്യമായ ട്രയാംഗിളില് ഇമേജിന്റെ എടുക്കണം. ഇവിടെ എടുക്കുന്നത് ആദ്യം ഇമേജിന്റെ ആണ്. ഇമേജിന്റെ വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിളില് IM എന്ന് പറയുന്ന സൈഡ് ഞാൻ എടുത്തു, ഈ വശം. അപ്പൊ അടുത്ത് കമ്പയർ ചെയ്യാൻ എടുത്ത ഓബ്ജക്റ്റിന്റെ ട്രയാംഗിൾ അതിന് ഇക്വലന്റ് ആയ ആളെന്ന് OA ആണ്. IM/OA = ഇനി ഞാൻ എടുക്കുന്നത് ഈ വശമാണ്, PI, ഹോള് തുടങ്ങുന്ന സൈഡ്. PI ഡിവൈഡഡ് ബൈ, അങ്ങനെയാണെങ്കിൽ ഓബ്ജക്റ്റിനെ സംബന്ധിച്ച് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അത് പോളിൽ നിന്ന് O വരെയുള്ളതാണ്. സോ ഇറ്റ് ഈസ് PO. കമ്പാരിസൺ കഴിഞ്ഞു. IM/OA = PI/PO. ശരിയല്ലേ? PI/PO എന്ന് പറഞ്ഞാൽ പോളിൽ നിന്ന് ഇമേജ് വരെയുള്ള അകലം, ദാറ്റ് ഈസ് V. പോളിൽ നിന്ന് ഓബ്ജക്റ്റ് വരെയുള്ള അകലം അത് U. ഞാൻ അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുകയാണ്. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തിട്ടില്ല. രണ്ടാമത് എടുക്കുന്ന ട്രയാംഗിൾ വീണ്ടും ഓബ്ജക്റ്റ് ഇമേജും വരുന്നത് തന്നെയാണ്. ഒന്നെടുക്കുന്നത് IMF ആണ്, ഈ ചെറിയ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അത് തുല്യമായിട്ട് കമ്പയർ ചെയ്യാൻ എടുക്കുന്നത് അത് നേരെ ഓപ്പോസിറ്റ് വരുന്ന BP'(F) ആണ്. ഈ BP'(F) എന്ന് പറഞ്ഞാൽ BPF-ന് തുല്യമാണ് കേട്ടോ, വളരെ അടുത്ത പോയിന്റ് ആണ്. ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരച്ചുകൊണ്ടുള്ള ഗുണം, ഈ B' എന്ന് പറയുന്ന വശം ഓബ്ജക്റ്റിന്റെ ഹൈറ്റിന് ഈക്വൽ ആണ്. അപ്പൊ ഈ സൈഡ് വരുമ്പോ അപ്പൊ ഞാൻ ഓബ്ജക്റ്റ് പറയും. അതുകൊണ്ട് ട്രയാംഗിളുകൾ കമ്പയർ ചെയ്തെടുക്കുക. ആദ്യം ഓബ്ജക്റ്റിന്റെ സൈഡ് എടുത്താൽ IM/, ഈ വശം. അപ്പൊ അതിന് തുല്യമായിട്ട് ഇവിടെ എന്താ പറയുന്നത്? BP' എന്ന് പറയുന്നത് OA-ക്ക് ഈക്വൽ ആണ്. സോ ഐ ക്യാൻ റൈറ്റ് IM/OA ഈക്വൽ. അപ്പൊ രണ്ടും ലെഫ്റ്റ് സൈഡ് സെയിം ആയിട്ടോ, ഈക്വൽ ടു. ഇനി ഈ വശമാണ് IF ഡിവൈഡഡ് ബൈ, അപ്പൊ ഇതിന്റെ വശം ഏതാണ്? അത് PF ആണ്, അല്ലെങ്കിൽ P'(F) ആണ്.
രണ്ടും അടുത്തടുത്ത പോയിന്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി കൊടുക്കാം. അപ്പൊ ഞാൻ ഒന്ന് IF കൊടുത്ത് ഒന്ന് PF കൊടുത്തു. IF എന്ന് പറഞ്ഞ ഈ ചെറിയ കഷ്ണമാണ് കേട്ടോ. എന്ന് വെച്ചാൽ പോളിൽ നിന്ന് ഇമേജ് വരെയുള്ള ഈ മൊത്ത അകലത്തിൽ നിന്ന് ഈ കഷ്ണം കുറച്ചാൽ മതി, അപ്പൊ ഇത് കിട്ടും. അതുകൊണ്ട് IF-നെ മാറ്റി എഴുതിയാൽ PI മൈനസ് PF ഡിവൈഡഡ് ബൈ PF എന്ന് കിട്ടും. ഈ PI എന്താ നോക്കിക്കോളൂ, IM/OA ഈക്വൽ ടു PI പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള അകലത്തെ നമ്മൾ V എന്നാ വിളിക്കുക, ഇമേജ് ഡിസ്റ്റൻസ്, മൈനസ് പോളിൽ നിന്ന് ഫോക്കസിലേക്ക് ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കാം, F V മൈനസ് F ബൈ അഗൈൻ PF F. ഇക്വേഷൻ നമ്പർ. ഇപ്പൊ രണ്ട് കമ്പാരിസൺ, രണ്ട് ഇക്വേഷൻ, രണ്ടിന്റെ ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. അതുകൊണ്ട് എനിക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, ഇതിനടുത്ത് ഇവിടെ കൊടുത്തു കൊടുത്താൽ മതി അല്ലെ. IM/OA എന്ന് പറഞ്ഞാൽ V/U ന് ഈക്വൽ ആണ്. സോ ഐ ക്യാൻ റൈറ്റ് V/U ഈക്വൽ ടു V മൈനസ് F ബൈ F. ഓൺ ക്രോസ് മൾട്ടിപ്ലൈയിങ് you get VF is equal to UV minus UF. Dividing throughout by UVF. എല്ലാ ടൈമിനും UF കൊണ്ടായിരിക്കുക. അപ്പൊ നിങ്ങളെ മിറർ ഇക്വേഷൻ ആയി. എല്ലാ ടൈമിനും ആയിരിക്കുമ്പോ ഇവിടെ വരാത്ത ടൈമുകൾ ഏതാണ്, അത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ വെട്ടിപ്പോവും. അപ്പൊ UF കൊണ്ട് ഇതിനരിച്ചാൽ VF വെട്ടിപ്പോയി, ബാക്കി ഏതാണുള്ളത് 1/U ഈക്വൽ ടു ഇവിടെ U V ഉണ്ട്, അപ്പൊ ബാക്കി വരിക F ആണ്, 1/F. ഇവിടെ U ഉണ്ട്, F ഉണ്ട്, അപ്പൊ ബാക്കി വരിക V ആണ്. സോ യു ഗെറ്റ് 1/U ഈക്വൽ ടു 1/F മൈനസ് 1/V. ഇയാളെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ 1/U പ്ലസ് 1/V ഈക്വൽ ടു 1/F. നിങ്ങൾ ഇക്വേഷൻ കിട്ടി. ഇനി ഒന്നും കൂടി ഉറപ്പിക്കുക, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ വെച്ചിട്ടാണ്. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്രകാരം പോളിൽ നിന്ന് വേണം എല്ലാ അളവുകളും പറയാൻ. ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷനിൽ പോകുന്നതൊക്കെ പോസിറ്റീവ്, അതിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒക്കെ നെഗറ്റീവ്. ഇൻസിഡന്റ് റേ ഇവിടെ നിന്ന് അങ്ങട്ടാ, ഇവിടെ നിന്ന് അങ്ങോട്ട് പറയണൊക്കെ പോസിറ്റീവ്, അവിടെ നിന്ന് ഇങ്ങോട്ട് പറയണൊക്കെ നെഗറ്റീവ്. അപ്പൊ ആദ്യം നോക്കി U പോളിൽ നിന്ന് ഓബ്ജക്റ്റിലേക്ക്, അവിടെ നിന്ന് ഇങ്ങോട്ടാ, അപ്പൊ ഇവിടെ നെഗറ്റീവ് പറഞ്ഞു. അടുത്ത V പോളിൽ നിന്ന് ഇമേജിലേക്ക്, അതും നെഗറ്റീവ് വന്നു. അടുത്ത പോളിൽ നിന്ന് പ്രിൻസിപ്പൽ ഫോക്കസിലേക്ക് F, അതും നെഗറ്റീവ്. എല്ലാത്തിലും നെഗറ്റീവ് ഉള്ളത് കൊണ്ട് നമ്മളെ ഇക്വേഷനിൽ നെഗറ്റീവ് ഇല്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. സോ യു ഗെറ്റ് ദി സെയിം ഇക്വേഷൻ 1/U plus 1/V equal to 1/F. This is called mirror equation. ഇത് പഠിക്കണം. ക്ലാസ്സിൽ തിയറി എടുത്ത് നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, question number 23. Define dip at a place. Dip എന്ന് പറഞ്ഞാൽ ഡിക്ലിനേഷൻ. ഭൂമിയുടെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് പറയാൻ മൂന്ന് ആളുകൾ ആവശ്യമുള്ളത്. ഒന്ന് ഡിക്ലിനേഷൻ അല്ല, ഒന്ന് ഡിക്ലിനേഷൻ, രണ്ട് ഇൻക്ലിനേഷൻ. ഇൻക്ലിനേഷന്റെ വേറൊരു പേരാണ് ഡിപ്പ് ആംഗിൾ. മൂന്ന് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ഇതിനാണ് നമ്മൾ പാരാമീറ്റേഴ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ അഥവാ ഡിപ്പ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആകെ മാഗ്നറ്റിക് ഫീൽഡ് സർഫസുമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഡിപ്പ് ആംഗിൾ. അത് പോളാർ റീജിയനിൽ 90 ഡിഗ്രി ആണെങ്കിൽ ഇക്വിറ്റോറിയൽ റീജിയനിൽ 0 ഡിഗ്രി ആണ്. അതിന്റെ ഇടയ്ക്കുള്ള സ്ഥലത്ത് 0ക്ക് 90ക്ക് ഇടയ്ക്കുള്ള ആംഗിളാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ളതാ ക്ലാസ്സിൽ. ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഡിപ്പ് ആംഗിൾ. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചിത്രം വരച്ചത് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇത് എങ്ങനെയെന്ന് വിചാരിച്ച് എർത്തിന്റെ മാഗ്നറ്റ്, അപ്പൊ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ കടന്നു വരും. അപ്പൊ ഈ സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇതിനെയാണ് നമ്മൾ പോൾസ് എന്ന് വിളിച്ചത്. ഈ ഭാഗത്ത് കൂടെ സർഫസ് കൂടെ കടന്നു പോകുമ്പോൾ ഇത് സർഫസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഡെൽറ്റാന്നോ അല്ലെങ്കിൽ ഐ എന്നൊക്കെ കൊടുത്തിരുന്നത്, അത് 0 ഡിഗ്രിയാണ്. ഈ സ്ഥലത്തെ നമ്മൾ ഇക്വിറ്റോറിയൽ റീജിയൻ എന്ന് വിളിച്ചത്. ഇതിനെ വിളിച്ചത് പോളാർ റീജിയൻ. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന സ്ഥലത്ത് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് വിളിച്ചാൽ അത് സർഫസുമായിട്ട് 0ക്ക് 90ക്ക് ഇടയ്ക്കുള്ള ആംഗിൾ ഉണ്ടാക്കാം. അപ്പൊ ഇതിനെ നമ്മൾ സർഫസ് എന്ന് വിളിച്ചാൽ ഈ ആംഗിളിനെയാണ് നമ്മൾ ഡെൽറ്റ അല്ലെങ്കിൽ ഐ എന്ന് കൊടുത്തത്. ഭൂമിയുടെ ആകെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഹൊറിസോണ്ടൽ ഭാഗത്ത് അല്ലെങ്കിൽ സർഫസിലേക്കുള്ള ഭാഗത്തെ BH എന്ന് വിളിച്ചു, അത് നമ്മൾ B കോസ് ഡെൽറ്റ എന്ന് വിളിച്ചു. ഇവിടേക്ക് നമ്മൾ BV എന്ന് വിളിച്ചു, അത് B സൈൻ ഡെൽറ്റ എന്ന് വിളിച്ചു. അപ്പൊ വെർട്ടിക്കൽ കമ്പോണന്റും ഉണ്ട് ഭൂമിക്ക്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടിയ ഭൂമിയുടെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ് അതിന്റെ സെക്കൻഡ് പാർട്ട്. കാൽക്കുലേറ്റ് ദ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പ്ലേസ്.
ഒരു സ്ഥലത്തെ വെർട്ടിക്കൽ കമ്പോണന്റ് കണ്ടെത്തുക. BV കണ്ടെത്തുക. അറ്റ് എ പ്ലേസ് വേർ ഡിപ്പ് ഈസ് 60 ഡിഗ്രി. നമ്മൾ ഡെൽറ്റ എന്ന് വിളിച്ചിരിക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാ? 60 ഡിഗ്രി ആണ്. ആൻഡ് ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഈസ്, ഭൂമിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് വില 0.2 into 10⁻⁻⁴ ടെസ്ല അല്ലെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ ആണെങ്കിൽ വെർട്ടിക്കൽ കമ്പോണന്റ് കണ്ടെത്തുക. വെർട്ടിക്കൽ കമ്പോണന്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ BV = B sin ഡെൽറ്റ ആണ്. അപ്പൊ അതിൽ ഡെൽറ്റ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വെർട്ടിക്കൽ കമ്പോണന്റ് കണ്ടെത്താൻ B കിട്ടണം, sin 60 ആയിട്ട് ഗുണിക്കണം. ഇനി B എന്ന് പറയുന്നത് ഭൂമിയുടെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതിന് BH തന്നിട്ടുണ്ട്. BH കണ്ടെത്തി കഴിഞ്ഞാൽ എങ്ങനെ അതിൽ നിന്ന് B കണ്ടെത്താം? BH ന്റെ ഇക്വേഷൻ എന്താ? BH = B cos ഡെൽറ്റ ആണ്. So B is BH/cos delta, that is 0.2 into 10⁻⁻⁴. അതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. cos 60. ഈ വില കിട്ടിക്കഴിഞ്ഞാൽ അത് ഇവിടെ കൊണ്ടുപോയി കൊടുക്കുക, നിങ്ങൾക്ക് നേരിട്ട് ആൻസറിലേക്ക് കിട്ടും. 0.2 into 10⁻⁻⁴ divided by cos 60. sin 60/cos 60 എന്താ? tan 60. ഇപ്പൊ 0.2 into 10⁻⁻⁴ into tan 60 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 0.346 into 10⁻⁻⁴ ടെസ്ല എന്നായിരിക്കും. ഇതാണ് ഭൂമിയുടെ വെർട്ടിക്കൽ കമ്പോണന്റ്. ഓക്കെ, ചെയ്തിരിക്കുന്ന പ്രൊസീജിയർ നോക്കിക്കോളൂ. വെർട്ടിക്കൽ കമ്പോണന്റ് ഇക്വേഷൻ എഴുതി, ഡെൽറ്റ ക്വസ്റ്റ്യനിലുണ്ട്. പിന്നെ വേണ്ടത് B ആയിരുന്നു, അത് ഹൊറിസോണ്ടൽ കമ്പോണന്റിന് കണ്ടെത്തി. നേരെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, റീഅറേഞ്ച് ചെയ്തു, കാൽക്കുലേറ്റർ അടിച്ച നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0.346 into 10⁻⁻⁴ ടെസ്ല എന്നായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ 3 മാർക്കിന്റെ ഒരു സെഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത അതിൽ തന്നെ 3 മാർക്കിന്റെ വേറെ പാർട്ടാണ് B പാർട്ട്. ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ് ഫ്രം 25 to 27. 25 മുതൽ 27 വരെ വരുന്നതിൽ 2 ക്വസ്റ്റ്യനുകൾ എഴുതാൻ. ഈച്ച് ക്യാരി 3 സ്കോർ, ഓരോന്നിനും 3 സ്കോറുകളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ 1 മാർക്കിന് 2 സെഷൻ ഉണ്ട്, 2 മാർക്കിന് 2 സെഷൻ ഉണ്ട്, അതെ 3 മാർക്കിനും 2 സെഷൻ വന്നിട്ടുണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 25 പറയുന്നത് നോക്കൂ. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട് ഈസ് ദ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം സർട്ടൻ മെറ്റൽ സർഫേസ് വെൻ ദേ ആർ എക്സ്പോസ്ഡ് ടു ലൈറ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത് ചില മെറ്റൽ പദാർത്ഥങ്ങളിൽ ലൈറ്റ് വന്നു വീണാൽ അതിന്റെ സർഫസിൽ നിന്നും ഇലക്ട്രോണുകളെ പുറന്തള്ളുന്ന പ്രതിഭാസം. സ്റ്റേറ്റ് എനി 2 laws ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഫോട്ടോ ഇലക്ട്രിക് എമിഷന്റെ 4 നിയമങ്ങളിൽ 2 എണ്ണം പറയാം. ഫോട്ടോ ഇലക്ട്രിക് എമിഷന്റെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 4 നിയമങ്ങൾ. അതിൽ ഒന്നാമത്തെ നിയമം ഇതാണ്: ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കണമെങ്കിൽ വരുന്ന ലൈറ്റിന് ഒരു മിനിമം ഫ്രീക്വൻസി വേണം. ആ ഫ്രീക്വൻസിയുടെ പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ വിൽ ടേക്ക് പ്ലേസ് only if the incident light possesses a minimum frequency. That frequency is known as threshold frequency. 2, പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഇലക്ട്രോണിനെ വിളിക്കുന്ന പേര് ഫോട്ടോ ഇലക്ട്രോൺ എന്നാണ്. ഫോട്ടോൺ വന്ന് ഇടിച്ചാൽ ഇറങ്ങുന്ന ഇലക്ട്രോൺ എന്നാണ് അതിന്റെ മീനിങ്. ആ ഫോട്ടോ ഇലക്ട്രോണിന്റെ ഇന്റൻസിറ്റി, എണ്ണം അഥവാ തീവ്രത ഡിപ്പെൻഡ് ചെയ്യുന്നത് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിയാണ്. ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ ലൈറ്റ് ആയിരിക്കണം കേട്ടോ. വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിയാണ്. അപ്പൊ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടിയോ ഇറങ്ങി പോകുന്ന ഇലക്ട്രോണിന്റെ എണ്ണം കൂടും, ഇന്റൻസിറ്റി കൂടും. അതിന് വരുന്ന ലൈറ്റിന്റെ എനർജിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: ഒരു ഫോട്ടോണിന് എത്ര എനർജിയിൽ വന്നോട്ടെ ഒരു ഇലക്ട്രോണിനെ തെറിപ്പിക്കാൻ പറ്റും. ഒരു ഫോട്ടോണിന് 2 ഇലക്ട്രോണെ തെറിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ എണ്ണം തീരുമാനിക്കുന്നത് വരുന്ന ഫോട്ടോണിന്റെ എണ്ണമാണ്. എണ്ണത്തിന് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഡിപ്പെൻഡ്സ് ഓൺ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി. തേർഡ് വൺ, പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഇലക്ട്രോണിന്റെ എനർജിയെ തീരുമാനിക്കുന്നത് വരുന്ന ലൈറ്റിന്റെ എനർജി അഥവാ ഫ്രീക്വൻസിയാണ്. അപ്പൊ എനർജി കൂടിയ ലൈറ്റ് വന്നു വീണാൽ ഇറങ്ങി പോകുന്ന ഇലക്ട്രോണിന്റെ എനർജി കൂടിയിരിക്കും, സംശയമൊന്നുമില്ല. പക്ഷേ അതിന് ഇന്റൻസിറ്റിയുമായിട്ട് ബന്ധമില്ല. അപ്പൊ ഒരുപാട് ഫോട്ടോൺസ് വന്നു വീണാൽ എനർജി കുറവുള്ളതാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ലൈറ്റിന്റെ എനർജി കുറവായിരിക്കും. എണ്ണം കൂട്ടി കൊടുത്തിട്ട് എനർജി കൂട്ടാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഇപ്പൊ 3ാമത്തെ നിയമമായി: എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്.
ശരിയല്ലേ? വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റൻസിറ്റി. നാലാമത്തത് പറയുന്നത് ഒരു ടൈം ലാഗും ഇല്ലാത്ത ഒരു ഫിനോമിനയാണത്രേ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. വന്നിടിച്ച് അപ്പം ഇറങ്ങിപ്പോകും. പക്ഷെ വരുന്ന ലൈറ്റിന് എന്ത് വേണം? ത്രെഷോൾഡ് ഫ്രീക്വൻസി വേണം. അതാണ് കണ്ടീഷൻ. ഇപ്പൊ ത്രെഷോൾഡ് ഫ്രീക്വൻസിയിൽ വന്നിട്ട് ഫോട്ടോൺ വന്നിടിച്ചാൽ ആ ഇൻസ്റ്റന്റിൽ ഇലക്ട്രോൺ പുറത്തേക്ക് ചാടും. സോ ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്. ദർ ഇസ് നോ ടൈം ലാഗ് ഇൻ ദാറ്റ് പ്രോസസ്. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം എടുത്തിട്ട് എഴുതി കൊടുക്കാനാണ് പറയുന്നത്. വാട്ട് ഈസ് മീൻ ബൈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? പേരിൽ തന്നെയുണ്ട്. നിങ്ങൾ ആ പറയുന്ന ഫിലിപ്പ് ലിനാർഡിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് പഠിക്കുന്ന സമയത്ത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ കുറിച്ച് പറയുന്നുണ്ട്. മെറ്റാലിക് പ്ലേറ്റിൽ ഫോട്ടോൺ വന്നിടിക്കുമ്പോൾ ഇലക്ട്രോൺ പുറത്തേക്ക് ഇറങ്ങും. ആ ഇലക്ട്രോണിനെ നിങ്ങൾ ആനോഡ് പ്ലേറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആനോഡ് പ്ലേറ്റിനെ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്താൽ അതിലേക്ക് വരുന്ന ഇലക്ട്രോണിന്റെ വേഗത കുറഞ്ഞു വരും. അവസാനം അവിടെ നിന്ന് ഇറങ്ങിയ ഫോട്ടോ ഇലക്ട്രോണിനെ മുഴുവൻ നെഗറ്റീവ് പൊട്ടൻഷ്യൽ, ആനോഡിന് കൊടുത്ത നെഗറ്റീവ് പൊട്ടൻഷ്യൽ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യും. ഒറ്റ ഇലക്ട്രോണിനും ആനോഡ് പ്ലേറ്റിൽ എത്താൻ പറ്റില്ല. അങ്ങനെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിനെ സ്റ്റോപ്പ് ചെയ്യുന്ന നെഗറ്റീവ് പൊട്ടൻഷ്യലിന്റെ പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. V0 എന്നാണ് അതിന്റെ തിയറി പാർട്ടിൽ നമ്മൾ സിമ്പിൾ കൊടുത്തത്. The negative potential applied to the anodes in order to stop photoelectric current is known as stopping potential. Okay. Question number 26. A nucleus is made up of protons and neutrons. Nucleus ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂക്ലിയോണുകളെ കൊണ്ടാണ്, പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. Define mass defect. Write an equation for mass defect. എന്താണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയാ? മാസ് ഡിഫക്റ്റിന്റെ ഇക്വേഷൻ ഇത് നമുക്കറിയാം. മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയസ് തൂക്കി നോക്കിയാൽ അതിന്റെ ന്യൂക്ലിയോൺസുകളുടെ മാസുകളുടെ തുക കണ്ടതിൽ നിന്നും സ്വല്പം കുറവാണ് ന്യൂക്ലിയസിന്റെ മാസ് കാണുന്നത്. ഒരു 10 പ്രോട്ടോണും 8 ന്യൂട്രോണും ഉള്ള ഒരു ന്യൂക്ലിയസ് ആണ്. അപ്പൊ അതിന്റെ ടോട്ടൽ മാസ് എന്താ വരേണ്ടത്? 10 പ്രോട്ടോണിന്റെ മാസേ കൂട്ടണം 8 ന്യൂട്രോണിന്റെ മാസ്. പക്ഷെ നിങ്ങൾ ന്യൂക്ലിയസ് തൂക്കി നോക്കിയാൽ ആ 10 പ്രോട്ടോണിന്റെ മാസ് പ്ലസ് 8 ന്യൂട്രോണിന്റെ മാസിന് ഈക്വൽ അല്ല, കുറച്ച് കുറവേ ഉണ്ടാവുള്ളൂ. എവിടെയോ ഒരു മിസ്സിംഗ് കാണും. ദാറ്റ് ഡിഫറൻസ് ഇൻ മാസ് ബിറ്റ്വീൻ ദ സം ഓഫ് ദ മാസ് ഓഫ് ദ ന്യൂക്ലിയോൺസിന്റെ മാസുകളുടെ തുകയും ആൻഡ് ദ നെറ്റ് മാസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് നോൺ ആസ് മാസ് ഡിഫക്റ്റ്. The difference between sum of the mass of the nucleons and the mass of the nucleus, which is known as mass defect. അത് represent ചെയ്യുന്ന സിമ്പിൾ ഡെൽറ്റ എം ആണ്. ഇങ്ങനെ ഒരു സിമ്പിൾ കൊടുക്കാം. അപ്പൊ രണ്ടുപേരുടെ മാസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആ പ്രോട്ടോണുകളുടെ മാസ്. അപ്പൊ MP എത്ര ഉണ്ടാവും? പ്രോട്ടോണ് അറ്റോമിക് നമ്പറിന്റെ തുല്യമായ എണ്ണം പ്രോട്ടോൺ ഉണ്ടാവും. പിന്നെ ആരെ കൂട്ടേണ്ടത്? ന്യൂട്രോണിന്റെ മാസ് Mn. എത്ര ന്യൂട്രോൺ ഉണ്ടാവും? മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറച്ചതിന് തുല്യം എണ്ണം ന്യൂട്രോൺസ് ഉണ്ടാവും. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് ഒരു മാസ് കിട്ടും. ഈ മാസിൽ നിന്ന് ന്യൂക്ലിയസിന്റെ മാസ് കുറച്ചാൽ മാസ് ഓഫ് ന്യൂക്ലിയസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത്, സാധാരണ കിട്ടേണ്ടത് 0 ആണ്. പക്ഷെ 0 അല്ല, പോസിറ്റീവ് വാല്യൂകൾ വരിക, കാരണം കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് ഡിഫറൻസ് ഇസ് മാസ് ഈസ് നോൺ ആസ് മാസ് defect. This is the equation. ZMP plus A minus ZMN minus ZXA, where ZX is the mass of the nucleus. The nuclear process used in nuclear reactor is nuclear reactor ന്റെ ഉള്ളിലുള്ള പ്രോസസ്സ്. ന്യൂക്ലിയർ റിയാക്ടർ എന്താണെന്ന് അറിയോ? ന്യൂക്ലിയർ ഫിഷൻ കൺട്രോൾ ചെയ്ത് നടത്തുവാനുള്ള എനർജിയെ ചെയിൻ റിയാക്ഷൻ നിയന്ത്രിച്ച് നടത്തുവാനുള്ള ഉപകരണത്തിന്റെ പേരാണ് ന്യൂക്ലിയർ റിയാക്ടർ. അപ്പൊ അതിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ് സ്വാഭാവികമായിട്ട് ന്യൂക്ലിയർ ഫിഷൻ ആണ്. Question number 27. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഡിഫൈൻ അയണൈസേഷൻ എനർജി. എന്താണ് അയണൈസേഷൻ എനർജി? ഒരു ആറ്റത്തിന്റെ ഏറ്റവും ലൂസായി ബൗണ്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസിനെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ ആകർഷണത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള എനർജി വിളിക്കുന്ന പേരാണ് അയണൈസേഷൻ എനർജി. The energy required to eject an electron which is loosely bound to the nucleus from an atom is known as ionization energy. Mention any 2 drawbacks of Rutherford model of atom. റുദർഫോർഡിന്റെ ആറ്റം മോഡലിലെ 2 ഡിഫക്റ്റുകൾ. റുദർഫോർഡ് ആണ് ഒരു പ്ലാനറ്ററി മോഡലായിട്ട് ആറ്റത്തിന്റെ മോഡലിനെ കൊണ്ടുവന്നത്. ഒരു ന്യൂക്ലിയസ് ഉണ്ട് എന്ന് പറയുന്ന ആശയവും ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുന്നുണ്ട് എന്നൊക്കെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. പക്ഷേ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിയാൽ ആക്സലറേഷൻ ഉള്ളതാണ് സർക്കുലർ മോഷൻ. ഇപ്പൊ ഇലക്ട്രോൺസിന് ഒരു ആക്സലറേഷൻ വരും. ആക്സലറേഷൻ ചാർജിന് വന്നാൽ അപ്പർ റേഡിയേഷൻ പുറത്തേക്ക് വിടണം. അതാണ് തിയറി.
അപ്പൊ കറങ്ങുന്ന ഇലക്ട്രോൺസ് എനർജി റേഡിയേറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ കുറെ നേരം കറങ്ങിയാൽ അതിന്റെ എനർജി കുറഞ്ഞത് ന്യൂക്ലിയസിൽ ചെന്ന് പതിക്കും തിയറി പ്രകാരം. ഇത് എന്തുകൊണ്ടാണ് ന്യൂക്ലിയസ് പതിക്കാത്തത്, ഇലക്ട്രോൺ ആറ്റം ഇങ്ങനെ സ്റ്റേബിൾ ആയി നിൽക്കണമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് മറുപടി ഇല്ല. തിയറിക്ക് കൃത്യമായ മറുപടി കൊടുക്കാൻ പറ്റില്ല. But he cannot explain stability of an atom because when an electron is revolving around the nucleus, it has an acceleration. Accelerated charge radiate energy. When it radiate energy, its energy decreases and collapse into the nucleus. പക്ഷെ അങ്ങനെ കാണുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ നോ ആൻസർ. He cannot explain stability. രണ്ട്, ആറ്റത്തിന്റെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പെക്ട്രം പരിശോധിച്ചപ്പോൾ കുറെ ലൈൻസ് ഇങ്ങനെ കണ്ടു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ലൈൻസ് വന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി ഇല്ല. He cannot explain the spectral series of hydrogen atom. ഈ രണ്ട് പ്രധാനപ്പെട്ട ഡ്രോബാക്ക് ആണ് റുദർഫോർഡ് ആറ്റം മോഡലിനെ നമ്മൾ പറയുന്നത്. ഇനി പാർട്ട് 4 ആണ്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നതാണ് പാർട്ട് 4. മനസ്സിലായില്ലേ? പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4ലേക്ക് കടന്നിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 28 ആണ്. ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 28 to 31. 28 to 31 ഏതെങ്കിലും 3 ആൻസർ ചെയ്യുക. ഈച്ച് ക്യാരി 4 സ്കോർ. 4 മാർക്ക് വെച്ചിട്ടാണ് തരുന്നത്. എ കപ്പാസിറ്റർ ഈസ് എ സിസ്റ്റം ഓഫ് 2 കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ എൻ ഇൻസുലേറ്റർ. ഒരു കപ്പാസിറ്ററിന് 2 പ്ലേറ്റുകൾ ഒരു ഇൻസുലേറ്റർ വെച്ച് ഭാഗിച്ചതിന് തുല്യമാണ്. ഒബ്റ്റെയിൻ ദി എക്സ്പ്രഷൻ ഫോർ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഓഫ് 2 കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ്. 2 കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റി കാണാം. 2 കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കുമല്ലോ. ബാറ്ററിക്ക് കൊടുക്കുക. 2 വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ബാറ്ററി ആകുമ്പോൾ ഒന്ന് വലുതും ഒന്ന് ചെറുതാണ്. കപ്പാസിറ്റർ ആകുമ്പോൾ 2 ഒരേ വലിപ്പമുള്ള പ്ലേറ്റ് ആണ്. അപ്പൊ ചാർജ് പുറത്തേക്കാണ്. സീരീസ് കണക്ഷനിൽ സെയിം ചാർജ് 2ലേക്ക് പോകും. സീരീസ് കണക്ഷനിൽ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും V1, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ V2 ഉണ്ടാവും. എങ്ങനെ ഇക്വേഷൻ സെറ്റ് ചെയ്യാം? ഡിഫറെന്റ് ആയി ആര് വരുന്ന അയാൾക്ക്. അപ്പൊ നിങ്ങൾ കൊടുത്ത വോൾട്ടേജ് 2 മുറിഞ്ഞു. സോ യു ക്യാൻ റൈറ്റ് V is equal to V1 plus V2, but for a capacitor Q is equal to CV, that is V is equal to Q by C, that is Q by C equal to Q by C1 plus Q by C2, because charge is same, connection is series. Charge get cancelled, you get 1 by C effective is equal to 1 by C1 plus 1 by C2. നമ്മൾ ക്ലാസ്സിൽ 3 കപ്പാസിറ്റർ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇത് 2 ചോദിച്ചിട്ടുള്ളൂ. കുറെ കൂടി എളുപ്പമാക്കി തന്നിരിക്കാം. Question number 2. Other than the second part, the potential difference across a capacitor across a 900 microfarad capacitor is 100 volt. ഒരു 900 മൈക്രോഫാരഡ് കപ്പാസിറ്റി വരുന്ന കപ്പാസിറ്റർ 100 വോൾട്ട് കൊടുക്കുന്നുണ്ട്. ഹൗ മച്ച് എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ? ആ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനില് ഏത് കപ്പാസിറ്ററാണ് തന്നിട്ടുണ്ട്? 900 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ആണ്. ഇപ്പൊ 900 × 10⁻⁻6 ഫാരഡ് ആണ്. പിന്നെ തന്നിരിക്കുന്ന പൊട്ടൻഷ്യൽ 100 വോൾട്ട് ആണെന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റം വേണ്ട. വോൾട്ട് SI യൂണിറ്റ് ആണ്. എത്രയാണ് എനർജി സ്റ്റോർ? അറിയില്ല. ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത എനർജിയുടെ ഏറ്റവും ഫേമസ് ആയ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഹാഫ് CV സ്ക്വയർ. അപ്പൊ ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോബ്ലം ആണ്. സോ യു ഗെറ്റ് ഹാഫ് ഇൻറ്റു C 900 × 10⁻⁻6 × 100. 10 × 100 × 100 0.9 × 10⁻4.5 CV സ്ക്വയർ അല്ലേ? 4.5 ജൂൾ. 10⁴ 2, 10⁶ 10⁻⁻6 ക്യാൻസൽ ചെയ്ത് 9/2 4.5 ജൂൾ. അപ്പൊ അത് സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി 4.5 ജൂളാണ്. ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ. 4 മാർക്കിന്റെ 2 മാർക്ക് 2 മാർക്ക് ഡിവിഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 29. A moving coil galvanometer used as a current detector in a circuit. ഒരു സർക്യൂട്ടിലെ കറന്റ് ഡിറ്റക്ടർ ആയിട്ട് MCG യൂസ് ചെയ്യുന്നു. What is the working principle of a moving coil galvanometer? എന്താണ് MCGയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? എന്താണ്? ഒരു ഫ്രെയിം തൂക്കിയിട്ടതിലെ ഡിഫ്ലക്ഷൻ ആണ്. കറന്റ് കൂടുതൽ ഒഴുകിയ വലിയ ഡിഫ്ലക്ഷൻ ആയിരിക്കും. So the deflection produced in a current carrying rectangular frame is directly proportional to torque. അത് തിരിച്ചാണ് പറയേണ്ടത്. Torque experienced by a current carrying rectangular frame is directly proportional to the current flowing through it. Torque is proportional to current. That is the working principle of MCG. Okay. Second, how can you convert a moving coil galvanometer into an ammeter and a voltmeter? ചിത്രം അടക്കം നിങ്ങളുടെ ക്ലാസ്സിൽ തിയറി പറഞ്ഞിട്ടുണ്ടാവും. എങ്ങനെയാണ് അമ്മീറ്റർ ആക്കി മാറ്റുക, എങ്ങനെയാണ് വോൾട്ട്മീറ്റർ ആക്കി മാറ്റുക. നമുക്ക് ഒരു MCG ഗാൽവനോമീറ്റർ എങ്ങനെയാണ് കാണിക്കുക? അതിൽ G ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ആണ്.
അതിന് നിങ്ങൾക്ക് ഒരു അമ്മീറ്ററായി മാറണമെങ്കിൽ വളരെ റെസിസ്റ്റൻസ് വാല്യൂ കുറവുള്ള ഒരു റെസിസ്റ്റർ, അതിനെ വിളിക്കുക ഷണ്ട് റെസിസ്റ്റൻസ് എന്നാണ്. അത് ഗാൽവനോമീറ്ററിന് പാരലൽ ആയിട്ട് കൊണ്ടുപോയി കൊടുക്കണം. സോ ഇറ്റ്സ് റീഡിംഗ് ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻടു അമ്മീറ്റർ റീഡിംഗ്. A galvanometer can be converted into an ammeter by connecting a shunt resistance parallel to the galvanometer. നിങ്ങൾക്ക് അളക്കേണ്ട കറണ്ട് ഐ ആണെങ്കിൽ ഇതിലേക്ക് കുറച്ച് കറണ്ട് കയറും, അതിന് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് എന്ന് വിളിക്കുക ഐ ജി. അതിന്റെ ബാലൻസ് ഉള്ളത് ഇങ്ങോട്ട് വരും. ബാലൻസ് എന്തായിരിക്കും? ഐ മൈനസ് ഐ ജി. സോ യു ഗെറ്റ് ദ കണക്ഷൻ ഈസ് പാരലൽ, പൊട്ടൻഷ്യൽ ഈസ് സെയിം. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ് ആണ്. കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് പൊട്ടൻഷ്യൽ. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഐ ജി ഇൻറ്റു ജി ആണ്. അപ്പൊ കണക്ഷൻ പാരലൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് രണ്ട് പൊട്ടൻഷ്യൽ സെയിം ആണ്. ഐ ജി ഇൻറ്റു ജി ഈക്വൽ ടു ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ്. ഇതിൽ നിന്ന് എസ് കാൽക്കുലേറ്റ് ചെയ്യാം. എസ് ഈക്വൽ ടു ഐ ജി ഇൻറ്റു ജി ഡിവൈഡ് ബൈ ഐ മൈനസ് ഐ ജി. ദിസ് ഈസ് ദ ഇക്വേഷൻ യൂസ്ഡ് ടു ഫൈൻഡ് ദ ഷണ്ട് റെസിസ്റ്റൻസ് എസ്. ഇതാണ് അതിന്റെ തിയറി. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവാണ്, കാരണം സമയം കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട്. ഇതൊക്കെ ക്ലാസ്സിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായി. ഇതേ എം സി ജിയെ നിങ്ങൾക്ക് ഒരു വോൾട്ട് മീറ്റർ ആയിട്ട് മാറ്റണമെങ്കിൽ വളരെ ഉയർന്ന റെസിസ്റ്റർ വാല്യൂ വരുന്ന ഒരു റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഇങ്ങനെ കണക്ട് ചെയ്യണം. അത് നമ്മൾ ആർ എസ് എന്നാണ് ലേബൽ ചെയ്യുക. അപ്പൊ ഇതിലൂടെ വരുന്ന കറണ്ട് ഐ എന്ന് ലേബൽ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം സീരീസ് ആയതുകൊണ്ട് കറണ്ട് മാറാൻ പോണില്ല. മാക്സിമത്തിന്റെ ഉള്ളിലേക്ക് എത്ര കറണ്ട് കയറാൻ പാടുള്ളൂ? മാക്സിമം ഡിഫ്ലക്ഷൻ കിട്ടുന്നത്. മാക്സിമം ഡിഫ്ലക്ഷൻ കിട്ടുന്ന കറണ്ടിന്റെ പേര് ഐ ജി എന്നാണ്. അതുകൊണ്ട് ഈ കറണ്ട് അങ്ങ് മാറ്റും. അത് നിങ്ങൾക്ക് അളക്കേണ്ട വോൾട്ടേജ് ഇവിടെ കൊടുക്കാം. ഇതാണ് വോൾട്ടേജ്, വി എന്ന് വിളിക്കും. അപ്പൊ നിങ്ങൾ കൊടുത്ത വോൾട്ടേജ് ഇതിന്റെ ഉള്ളിലൂടെ കറണ്ടിനെ പായിക്കും. ആ കറണ്ട് ഇത് ഇവിടെ ഒരു ചെറിയ വോൾട്ടേജ് ഉണ്ടാക്കും, ഐ ജി ഇൻറ്റു ജി. ഇവിടെ ചെറിയൊരു വോൾട്ടേജ് ഉണ്ടാക്കും, ഐ ജി ഇൻറ്റു ആർ എസ്. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജിനെ വി വൺ എന്നും ഇവിടുത്തെ വോൾട്ടേജിനെ വി ടു എന്നും വിളിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അപ്ലൈഡ് വോൾട്ടേജ് വി is equal to V1 plus V2. That is equal to V1 IG into G plus V2 IG into RS. That is V. RS കണ്ടെത്തണമെങ്കിലോ ഇയാളോടെ നിർത്തി ബാക്കിയൊക്കെ കൊണ്ട് കൊണ്ടുവരിക. V minus IG into G divided by IG equal to RS. ഈ വാല്യൂ ഉള്ള ഒരു റെസിസ്റ്റൻസ് കൊണ്ടുപോയി ഇവിടെ ഫിറ്റ് ചെയ്താൽ ഗാൽവനോമീറ്ററിനെ ഒരു വോൾട്ട് മീറ്റർ ആയിട്ട് റീഡിങ്സ് തുടങ്ങും. ഇതാണ് ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കാനുള്ള തിയറി. ഓക്കെ. Question number 30. An EMF is induced in a coil due to the change in flux in the same coil. ഒരു കോയിലിൽ അതിന്റെ ചുറ്റുവട്ടത്തെ ഫ്ലക്സ് ചേഞ്ചിന്റെ ഭാഗമായ ഒരു EMF ഉണ്ടാവുന്നു. This phenomena is called electromagnetic induction എന്നോ സെൽഫ് ഇൻഡക്ഷൻ എന്നോ എഴുതാം. കാരണം രണ്ടും ഒരേ സംഭവം തന്നെയാണ്. ഒരു കോയിലിന്റെ സറൗണ്ടിങ്ങിലെ ഈ ചേഞ്ച് ഇൻ ഫ്ലക്സിന്റെ ഭാഗമായി കോയിലിൽ ഒരു EMF ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. Derive the expression for energy stored in an inductor. ഒരു കമ്പിച്ചുരുളിൽ എനർജിയെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് രൂപത്തിൽ. അതിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇൻഡക്ടറിലൂടെ AC സോഴ്സിനെ കറണ്ടിനെ പാസ് ചെയ്യിക്കണമെങ്കിൽ ബാക്ക് EMF ഓപ്പോസ് ചെയ്യണം. അതുകൊണ്ട് അത് കൺസ്യൂം ചെയ്യുന്ന പവർ ഇൻസ്റ്റന്റേനിയസ് പവർ is equal to dW by dt എന്ന് എഴുതാം. That is the small work done dW is equal to P into dt, but you know P is equal to voltage into current into dt. ഈ വോൾട്ടേജ് ബാക്ക് EMF ന് ഈക്വൽ ആണ്. So you can write E into I into dt. But for an inductor is equal to L into di by dt. ഇവിടെ നെഗറ്റീവ് ഇട്ട ബാക്ക് EMF-ഉം നെഗറ്റീവ് ഒഴിവാക്കിയാൽ നമ്മൾ അപ്ലൈഡ് വോൾട്ടേജ് മതി. അപ്പൊ അപ്ലൈഡ് വോൾട്ടേജ് ആണ് എഴുതി വെച്ചത്. So I can write L into di by dt into I into dt. dt get cancelled. The equation is L into I into di is the small work done. Therefore total work done W is equal to integral dW, that is integral L into I into di. അപ്പോൾ I di, that is L into integral I di. I di എത്രയാ? I square by 2. So it is Li square by 2 അല്ലെങ്കിൽ half Li square. This is the work done, this is the energy. Okay, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നോട്ടിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്, അത് നോക്കാം. Now the 4 mark questions are over. 4 മാർക്ക് ക്വസ്റ്റ്യനിൽ ഒരു സെഷൻ തീർന്നിരിക്കുന്നു. 4 മാർക്കിന്റെ തന്നെ ഒരു സെഷനും കൂടി ഉണ്ട്. ആൻസർ എനി വൺ ക്വസ്റ്റ്യൻ ഫ്രം 30 to 33. ഒറ്റ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ 32, 33 4 സ്കോർ അതിന് കിട്ടും. എല്ലാ സെക്ഷനിൽ നിന്നും ഒരേ മാർക്കിന്
2 സബ്സെക്ഷൻ ആക്കി മുറിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എടുക്കുന്ന രീതിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. 32. A transformer is used to change alternating voltage from one to another, greater or smaller value. ട്രാൻസ്ഫോമർ വോൾട്ടേജ് മാറ്റാനുള്ള ഒരു ഉപകരണമാണ്. അപ്പൊ അങ്ങനെ ചുരുക്കാം. ദാറ്റ് ഈസ് എ പ്രിൻസിപ്പിൾ. വിച്ച് ഇസ് എ പ്രിൻസിപ്പിൾ യൂസ്ഡ് ഇൻ ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഒരു കോയിലിൽ നിന്ന് അടുത്ത കോയിലിലേക്ക് കോണ്ടാക്ട് ഇല്ലാതെ കൈമാറണം. ആ ഇൻഡക്ഷനെ വിളിക്കുക മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോമർ എ സിയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ കേട്ടോ. ഒരു പ്രോബ്ലം കൂടി അതിൽ തന്നിട്ടുണ്ട്. എ പവർ ട്രാൻസ്മിഷൻ ലൈൻസ് ഫെഡ് ഇൻപുട്ട് പവർ അറ്റ് 2300 വോൾട്ട് ടു എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലേക്ക് ഇൻപുട്ട് പവർ കൊടുത്തിരിക്കുന്നത് 2300 വോൾട്ടിലാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, പ്രൈമറിയിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് 2300 വോൾട്ടാണ്. വിത്ത് പ്രൈമറി കോയിൽ ഹാവിംഗ് 4000 ടേൺസ്. പ്രൈമറിയിലെ ടേൺസും തന്നിരിക്കുന്നു. 4000 ചുറ്റുകൾ ഉണ്ട് അത്ര പ്രൈമറി. അപ്പൊ അത് ഞാൻ എടുത്ത് എഴുതി പോവാണ് ഡാറ്റകൾ. വാട്ട് ഷുഡ് ബി ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി? അങ്ങനെയാണെങ്കിൽ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് എന്ത്? ഇപ്പൊ ക്വസ്റ്റൻ ആയി NS കണ്ടെത്തണം. ഇൻ ഓർഡർ ടു ഗെറ്റ് എൻ ഔട്ട്പുട്ട് പവർ അറ്റ് 230 വോൾട്ട്. പുറമേക്ക് പവർ കിട്ടുന്നത് 230 വോൾട്ടിലാണ്. സോ VS ഈസ് 230 വോൾട്ട്. ഇപ്പൊ 2300 കൊടുത്താൽ 230 ആക്കി മാറ്റി കളയും. അപ്പൊ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. എങ്കിൽ സെക്കൻഡറിയിലെ ചുറ്റുകൾ എന്താണ്? സെക്കൻഡറിയിലെ ചുറ്റുകൾ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? VS by VP is equal to NS by NP. That is NS is equal to VS by VP into NP. You get VS 230, VP 2300 into NP 1000. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 23 10 10 × 40. സോ യു ഗെറ്റ് 400 ടേൺസ്. സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം 400. നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ള അവരുടെ കയ്യിൽ ഉണ്ടാവും. അപ്പൊ ഒരു ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളൂ. ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഒരു ഓപ്ഷൻ ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 33. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2 എണ്ണത്തിൽ 1 എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. 1 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തത്, അക്കോർഡിംഗ് ടു ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഈച്ച് പോയിന്റ് ഓൺ ദ വേവ് ഫ്രണ്ട് ഈസ് ദ സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ്. ഹൈഗന്റെ പ്രിൻസിപ്പിൾ പ്രകാരം സെക്കൻഡറി വേവ്ലെറ്റിലെ ഓരോ പോയിന്റിനെയും സോഴ്സ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. വേവ് തിയറി ഓഫ് ലൈറ്റ്. യൂസിങ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ പ്രൂവ് ലോ ഓഫ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷന്റെ നിയമങ്ങൾ പ്രൂവ് ചെയ്ത് കൊടുക്കാം. എന്താ റിഫ്രാക്ഷന്റെ നിയമങ്ങൾ? റിഫ്രാക്ഷന്റെ നിയമങ്ങൾ ഒരേ പ്രതലത്തിൽ വരയ്ക്കാൻ പറ്റണം. sin I by sin R equal to N2 by N1. അതല്ലെങ്കിൽ V1 by V2, അതല്ലെങ്കിൽ λ1 by λ2, അതല്ലെങ്കിൽ C by V. ഇങ്ങനെയൊക്കെ സ്നെൽസ് ലോ എഴുതാട്ടാ. എല്ലാം സ്നെൽസ് ലോന്റെ വിവിധ രൂപങ്ങളാണ്. വേവ് ഫ്രണ്ട് കൺസെപ്റ്റിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഞാനിതൊരു സർഫേസ് എടുത്തത് വാട്ടർ സർഫേസ് ആണെന്ന് വിചാരിച്ചോളൂ. ഇവിടെ എയർ, ഇവിടെ വാട്ടർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ വ്യത്യാസമുണ്ട്. N1 എന്തായി വിളിച്ചു? N2. അപ്പൊ ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് വന്ന് വീണു. ഇങ്ങനെ വരയ്ക്കാം. വന്നിരിക്കുന്ന സർഫേസും വന്നിരിക്കുന്ന ലൈറ്റും സർഫേസും ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നമുക്ക് ലൈറ്റിന് പേര് കൊടുക്കാം. എയും ബിയും. എ വാട്ടർ സർഫേസിൽ വന്നിരിക്കുമ്പോ ബി എയറിലാണ്. അപ്പൊ ബിയിലെ ലൈറ്റ് സർഫസിലേക്ക് എത്താൻ കുറച്ച് ദൂരം സഞ്ചരിക്കണം. സർഫസ് ബി പ്രൈം എന്ന് കൊടുത്താൽ ബി പ്രൈം ദൂരം സഞ്ചരിക്കാൻ ഒരു ചെറിയ സമയം ലൈറ്റിന് വേണം. അങ്ങനെയെങ്കിൽ ബി പ്രൈം എന്നുള്ള ദൂരം ഏകദേശം എത്ര ഉണ്ടായിരിക്കും? വെലോസിറ്റി is equal to distance by time. Distance is equal to velocity into time ആണ്. ദൂരം കാണാൻ സ്പീഡിനെ ടൈം കൊണ്ട് കുടിക്കണം. അപ്പൊ ഈ മീഡിയത്തിൽ ലൈറ്റ് സഞ്ചരിക്കുന്ന വേഗത V1 ആണെങ്കിൽ V1 ഇൻറ്റു അതിനെടുത്ത സമയം ∆t ആണെങ്കിൽ ഇതാണ് ബി പ്രൈം എന്ന് പറയുന്ന ദൂരം. ശരിയല്ലേ? ഈ ∆t സമയം കൊണ്ട് ബിയിലെ ലൈറ്റ് ബി പ്രൈമിൽ എത്തുമ്പോ എയിലെ ലൈറ്റ് പണ്ടേ സർഫസിൽ ഇടിച്ചു നിൽക്കുക. ആ സമയം കൊണ്ട് ലൈറ്റ് ട്രാൻസ്പെറന്റ് മീഡിയ ആയതുകൊണ്ട് ആ മീഡിയത്തിലേക്ക് ഇറങ്ങും. ഒരു മീഡിയത്തിന് അടുത്ത മീഡിയത്തിലേക്ക് ഇറങ്ങുമ്പോൾ പാത ഒന്ന് ബെൻഡ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ. അപ്പൊ ഏറെ ലൈറ്റ് ഒരു ചെരിവുള്ള രീതിയിൽ താഴത്തേക്ക് ഇറങ്ങും. ആ സ്ഥലത്തെ ഞാൻ പോയിന്റ് എ പ്രൈം എന്ന് വിളിക്കുകയാണ്. പറഞ്ഞ എന്താ അർത്ഥം? ബിയിലെ ലൈറ്റ് ബി പ്രൈമിൽ എത്തുമ്പോ ഏലെ ലൈറ്റ് എ പ്രൈമിൽ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തും. ഈ രണ്ട് ദൂരവും സെയിം ആവോ? ഒരിക്കലും ഇല്ല.
കാരണം ഈ മീഡിയത്തിൽ സഞ്ചരിച്ച വേഗതയിലല്ല ഈ മീഡിയത്തിൽ സഞ്ചരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബി പ്രൈം ഒരിക്കലും എ പ്രൈമിന് ഈക്വൽ അല്ല. ഈ മീഡിയത്തിലെ വെലോസിറ്റി v2 ആണെങ്കിൽ ഡെൽറ്റ ടി സമയം കൊണ്ടാണ് ഇതൊക്കെ നടന്നത്. ഏറെ ലൈറ്റ് എ പ്രൈമിലെത്താൻ എടുത്ത സമയം ഡെൽറ്റ ടി ആണെങ്കിൽ സഞ്ചരിച്ച ദൂരം എ പ്രൈം എന്ന് പറയുന്നത് ഈ മീഡിയത്തിലെ വെലോസിറ്റി ഗുണിക്കണം ഡെൽറ്റ ടി ആണ്. രണ്ടും ഒരിക്കലും ഈക്വൽ അല്ല. വീണ്ടും പറയുന്നു, ഇപ്പൊ എയിലെ ലൈറ്റ് എ പ്രൈമിൽ എത്തിക്കഴിഞ്ഞു, ബിയിലെ ലൈറ്റ് ബി പ്രൈമിൽ എത്തിക്കഴിഞ്ഞു. ഡെൽറ്റ ടി സമയം കഴിയുമ്പോൾ ഒരാൾ ഇവിടെ ഒരാൾ ഇവിടെയാ. വേവ് ഫ്രണ്ട് ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഈ വേവ് ഫ്രണ്ടും സർഫസും ഉണ്ടാക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. നമുക്ക് വേണ്ടത് സൈൻ ഐ ബൈ സൈൻ ആറിൽ ഏതെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്താൽ മതി. നമുക്കൊന്ന് കണ്ടോക്കാം. സൈൻ ഐ ഇതൊരു മട്ടത്തിൽ കാണാം, സൈൻ ആർ ഇതൊരു മട്ടത്തിൽ കാണാം. 90 ഡിഗ്രിയിലാണ് വേവ് ഫ്രണ്ട് ഉണ്ടാക്കുക. അപ്പൊ സൈൻ ഐ കണ്ടു കഴിഞ്ഞാൽ ചിത്രം പറയുന്നത് എതിർവശം ബി ബി പ്രൈം ഡിവൈഡഡ് ബൈ സമീപവശം എ ബി പ്രൈം. സമീപവശമല്ല, കാരണം എ ബി പ്രൈം ഇതല്ല നീളം കൂടിയ വശം. ബി ബി പ്രൈം എന്താണ്? അത് v1 ഇൻറ്റു ഡെൽറ്റ ടി ആണ്, ഡിവൈഡഡ് ബൈ എ ബി പ്രൈം. ഈ സൈൻ ആർ ഒന്ന് കണ്ടോക്കാം. സൈൻ ആർ ഈക്വൽ ഇതാണ് മട്ടത്രികോണം, എതിർവശം എ പ്രൈം ആണ്, ബൈ കാരണം എന്ന് പറഞ്ഞാൽ വീണ്ടും അതന്നെ എ ബി പ്രൈം. എ പ്രൈം എന്താണ്? v2 ഇൻറ്റു ഡെൽറ്റ ടി ബൈ എ ബി പ്രൈം. അങ്ങനെയെങ്കിൽ സൈൻ ഐ ബൈ സൈൻ ആർ കണ്ടാൽ എന്ത് കിട്ടും? ഇതിനെ ഇതായിട്ടായിരിക്കണം. ആരൊക്കെ വേണ്ടി പോവാ? ഡെൽറ്റ ടി പോയി, ഡെൽറ്റ ടി പോയി, എ ബി പ്രൈം പോയി, എ ബി പ്രൈം പോയി. ബാക്കി വരുന്നത് എന്താ? v1 ബൈ v2. ഇതാണ് എനിക്ക് കിട്ടിയത്. നോക്കൂ, എഴുതിയ ഇക്വേഷനിൽ v1 ബൈ v2 സൈൻ ഐ ബൈ സൈൻ ആർ ആണ്, സ്നെൽസ് ലോ ആണ്. എഴുതി വെച്ചാൽ എന്താണ്? സ്നെൽസ് ലോ ആണ്, വിച്ച് ഈസ് ദ ലോ ഓഫ് റിഫ്രാക്ഷൻ. ഇപ്പൊ വേവ് ഫ്രണ്ട് എന്ന ആശയം വെച്ചുകൊണ്ട് റിഫ്രാക്ഷന്റെ നിയമം പ്രൂവ് ചെയ്തു. ഇത് എയർ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ v1 ബൈ v2 പകരം എങ്ങനെ മാറൂട്ടാ? c ബൈ v. കാരണം എയറിലെ വെലോസിറ്റി ലൈറ്റിന്റെ വെലോസിറ്റിയാണ്, വാട്ടറിൽ വേറൊരു വെലോസിറ്റിയാണ്. സോ യു ക്യാൻ റിട്ടൺ ആസ് c ബൈ v. നമുക്ക് ഇത്ര മാത്രം മതി. You can write sin I by sin R equal to v1 by v2, which is a law of refraction or Snell's law. It is proved based on the wave theory concept. അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ലൈറ്റ് ക്യാൻ ബി ബെൻഡ് അറൌണ്ട് ദ കോർണേഴ്സ് ഓഫ് ആൻ ഒബ്സ്റ്റാക്കിൾ ഇൻ ദ പാത്ത് ആൻഡ് ക്യാൻ ഡീവിയേറ്റ് ഫ്രം ഇറ്റ്സ് പാത്ത് ഇഫ് ദ സൈസ് ഓഫ് ദ ഒബ്സ്റ്റാക്കിൾ ഈസ് വെരി സ്മോൾ. പ്രകാശം മുന്നിൽ വരുന്ന ചെറിയ തടസ്സങ്ങളെ വളഞ്ഞ് സഞ്ചരിക്കും, പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കും. വാട്ട് ഈസ് ദിസ് ഫിനോമിന ഈസ് കോൾഡ്? മുന്നിൽ വരുന്ന തടസ്സങ്ങളെ വളഞ്ഞ് സഞ്ചരിക്കുവാനുള്ള ലൈറ്റിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഡൈഫ്രാക്ഷൻ. ലൈറ്റ് വേവ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന അടുത്ത ഫിനോമിനയാണ് ഡൈഫ്രാക്ഷൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്ന ഫിനോമിന ഡൈഫ്രാക്ഷൻ ആണ്. ഇനി ലാസ്റ്റ് പാർട്ട് 5 എന്ന് വെച്ച ക്വസ്റ്റ്യൻ പേപ്പർ പബ്ലിക് എക്സാമിന് വരുന്നത് 5 പാർട്ടായിട്ടാണ്. അതിൽ 4 പാർട്ടിലും നിങ്ങൾക്ക് ഒരേ മാർക്കിന് 2 സബ്സെക്ഷൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുന്നതിലെ വ്യത്യാസമുള്ളൂ. എന്നാൽ 5ാമത്തെ പാർട്ടിൽ ആൻസർ എനി 2 questions ഫ്രം 34 to 36. 3 ക്വസ്റ്റ്യൻ തന്നാൽ 2 എണ്ണം എഴുതാനാണ്. അതിന് സബ്സെക്ഷൻസ് ഇല്ല, ഈ ഒറ്റ സെക്ഷനേ ഉള്ളൂ. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതിന് 6 സ്കോർ വെച്ച് തരുന്നുണ്ട്. ഈച്ച് ക്യാരി 6 scores. വലിയ എസ്സേ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായി. 34th ക്വസ്റ്റ്യൻ നോക്കൂ. When a ray of light obliquely enters into another medium, it undergoes changes at the interface of 2 medium. ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് ലൈറ്റ് ചെരിഞ്ഞിട്ട് പതിക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് ഒരു ബെൻഡിങ് സംഭവിക്കുന്നുണ്ട്. സ്റ്റേറ്റ് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ. എന്താണ് റിഫ്രാക്ഷന്റെ സ്നെൽസ് ലോ എന്ന് വിശദീകരിച്ചു കൊടുക്കുക. ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു n2 ബൈ n1 എന്ന് എഴുതി വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. Refraction at a spherical surface can be explained using the relation n2 by v minus n1 by u is equal to n2 minus n1 by r using this derived Lensmaker's formula. 3 മാർക്കിന്റെ എസ്സേ ടോപ്പിക് ആണ്. എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള എസ്സേ ടോപ്പിക് ആണ്. Lensmaker's formula ഡിറൈവ് ചെയ്ത് കൊടുക്കാം. Refraction at a spherical surface can be explained using the relation n2 by v minus n1 by u equal to n2 minus n1 by r using this derived Lensmaker's formula. നോക്കാം നമുക്ക്. അതിന്റെ കൂടെ തന്നെ 3ാമത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. A concave lens always produce dash
ഇമേജ്, വെർച്വൽ ഓർ റിയൽ എന്ന് പറയുന്നത്. കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത അതിനൊരിക്കലും സ്ക്രീനിലേക്ക് ഇമേജിനെ തരാൻ പറ്റില്ല. സ്ക്രീനിൽ പിടിപ്പിക്കാൻ പറ്റാത്ത ഇമേജുകളെ വിളിക്കുക വെർച്വൽ ഇമേജ് എന്നാണ്. അതുകൊണ്ട് കോൺകേവ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജ് വെർച്വൽ ഇമേജുകളായിരിക്കും. എന്നാൽ കോൺവെക്സ് ലെൻസ് കൃത്യമായി സ്ക്രീനിലേക്ക് ഇമേജിനെ തരുന്നതായിരിക്കും. ഇതാണ് 34th ക്വസ്റ്റ്യൻ. എസ് എ ടോപ്പിക് ഉണ്ട്, നമുക്ക് നോക്കാം. ബാക്കി അടുത്ത ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞതിന് ശേഷം എസ് എ ടോപ്പിക് പറയാം. Question number 35. The total number of lines of force passing through a surface is called. ഒരു സർഫസിൽ പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്ന ലൈൻസ് ഓഫ് ഫോഴ്സുകൾ ആകെ മൊത്തം വിളിക്കുന്ന പേര് ഇലക്ട്രിക് ഫ്ലക്സ്. സ്റ്റേറ്റ് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗോസസ് ലോ എഴുതാൻ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത് എഴുതിയിരുന്നു. Using Gauss's law, derive expression for the electric field intensity at a point distant r, a line charge having line charge density lambda. ഒരു ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കണം. നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഒക്കെ വരച്ച് ചാർജ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പോയിന്റ് എടുത്തിട്ട് സിലിണ്ടർ ഒക്കെ വരച്ച് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ചെയ്യണം. ഒരുപാട് സമയം കളയാനില്ലാത്തത് കൊണ്ട് ഞാൻ ഇതാണ് ഡിറൈവ് ചെയ്യേണ്ടതെന്ന് കാണിക്കുകയാണ്. 1/2πε0 λ/r എന്നുള്ളത് ഡിറൈവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, യൂസിങ് ഗോസസ് ലോ ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 35 കഴിഞ്ഞു. അപ്പൊ അതില് ഒരു കഷ്ണം ചെയ്യാൻ നിങ്ങൾക്ക് തരുന്നു. നേരത്തെ ഒപ്റ്റിക്സിലെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്തായാലും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ലെൻസ് മേക്കേഴ്സ് ഫോർമുല നിർബന്ധമായിട്ട് ചോദിക്കും. ഒന്നുകിൽ സ്പെറിക്കൽ സർഫേസിന്റെ ഇക്വേഷൻ ആയിട്ട് നിർത്താൻ പറയും, അല്ലെങ്കിൽ ലെൻസ് മേക്കേഴ്സ് ആയിട്ട് ചോദിക്കും. Question number 36. A potentiometer is a device used to measure EMF of a cell. ഒരു സെല്ലിന്റെ EMF അളക്കാനുള്ള ഉപകരണമാണ് പൊട്ടൻഷ്യോമീറ്റർ. EMFും ടെർമിനൽ പീഡിയും തമ്മിലുള്ള വ്യത്യാസം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. EMF ടെർമിനൽ പീഡിയേക്കാൾ കൂടും, കാരണം ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ പരിഗണന വരും ടെർമിനൽ പീഡി എടുക്കുമ്പോൾ. ഏത് ഡിവൈസ് വെച്ച് അളന്നാലും EMF അളക്കാൻ പറ്റില്ല, കാരണം ആ ഡിവൈസ് കുറച്ച് വോൾട്ടേജ് വലിക്കും അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. എന്നാൽ പൊട്ടൻഷ്യോമീറ്റർ അത് വർക്ക് ചെയ്യുന്നത് പ്രൈമറി സർക്യൂട്ടിലെ കറണ്ട് വലിച്ചിട്ടാണ്. സെക്കൻഡറിയിൽ നിന്ന് വലിക്കുന്ന കറണ്ട് 0 ആണ്. ഗാൽവനോമീറ്റർ 0 ആക്കിയിട്ട് നിർത്തിയിട്ട് അളവ് നടത്തിയത്. അത്തരം മെത്തേഡുകളെ വിളിക്കാൻ നൾ മെത്തേഡ് എന്നാണ്. നൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കറണ്ട് കൺസ്യൂം ചെയ്യാത്ത, സെക്കൻഡറിയിൽ നിന്ന് കറണ്ട് വലിക്കാത്ത, അല്ലെങ്കിൽ അളക്കേണ്ടതിൽ നിന്ന് കറണ്ട് വലിക്കാത്ത മെത്തേഡ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് EMF കൃത്യമായി അളക്കുന്ന ഒരു ഉപകരണമാണ് പൊട്ടൻഷ്യോമീറ്റർ. ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ. എന്താ പ്രിൻസിപ്പിൾ? EMF ഇൻ ദ സെക്കൻഡറി സർക്യൂട്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാലൻസിങ് ലെങ്ത്. ഇതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. എക്സ്പ്ലെയിൻ ഹൗ ദ EMF ഓഫ് ടു സെൽസ് ക്യാൻ ബി കമ്പയർഡ് യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്ററിന്റെ രണ്ട് സെല്ലുകളുടെ EMF കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് വിശദീകരിച്ചു കൊടുക്കുക. ക്ലാസ്സിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാനത് വീണ്ടും പറയാൻ നിൽക്കുന്നില്ല. പൊട്ടൻഷ്യോമീറ്റർ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു A B ടെർമിനൽ ഉണ്ട്, ഇത് A ഇത് B. എന്നിട്ട് ഇതിനിടയ്ക്ക് ഇങ്ങനെ നിങ്ങൾ പൊട്ടൻഷ്യോമീറ്ററിന്റെ കമ്പി വരച്ച് കാണിക്കും. പിന്നെ ഇവിടേക്ക് ഒരു സർക്യൂട്ട് വരയ്ക്കും. പോസിറ്റീവ് ഒരു കീ, ഒരു റിയോസ്റ്റാറ്റ്, ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. RH A E. പിന്നെ വിളിക്കെന്താ? പ്രൈമറി. രണ്ട് സെല്ല് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതേ ഒരു സെല്ല് ഇങ്ങനെ കൊടുക്കും, വേറൊരു സെല്ലും കൂടി ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഒരു 3 വേ കീ അല്ല 2 വേ കീയിലേക്ക് കണക്ഷൻ കൊടുക്കുക. ഗാൽവനോമീറ്റർ വരും, പിന്നെ അവിടെ നിന്ന് ഒരു ചോക്ക് വരും. ഇതാണ് ചിത്രം. സെല്ലുകളുടെ വോൾട്ടേജ് E1 E2. ഈ ചിത്രമൊക്കെ എന്തായാലും പഠിച്ചിരിക്കണമെന്ന് വരച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ റിലേഷൻ നിങ്ങൾക്ക് എന്താ കിട്ടിയത്? E1/E2 L1/L2 ഡിറൈവ് ചെയ്ത് കൊടുക്കുക. ക്ലാസ്സിൽ അത്രയും വൃത്തിയായിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ട്. സി ക്വസ്റ്റ്യൻ ഇതിനുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ്. എ പൊട്ടൻഷ്യോമീറ്റർ അറേഞ്ച്മെന്റ് SL ഓഫ് EMF 1.25 വോൾട്ട്. ഈ അറേഞ്ച്മെന്റ് ഒരു സെല്ലിന്റെ വോൾട്ടേജ് നമുക്കതിന് E1 എന്ന് വിളിക്കാം. 1.25 വോൾട്ട് ആണ്. ഈ ബാലൻസിങ് പോയിന്റ് 30 സെന്റിമീറ്റർ. അതിന്റെ ബാലൻസിങ് ലൈൻ, അപ്പൊ E1ന്റെ ബാലൻസ് ലെങ്ത് L1 കൊടുക്കുക. L1 35 സെന്റിമീറ്റർ ആണ്. If the cell is replaced by another cell, സെല്ലിന്റെ കണക്ഷൻ മാറ്റി കൊടുത്ത് രണ്ടാമത്തെ സെല്ല് കൊടുത്തപ്പോ ബാലൻസിങ് ലെങ്ത്, രണ്ടാമത്തെ സെല്ലിന്റെ ബാലൻസിങ് ലെങ്ത് L2 എന്ന് കൊടുക്കാം. അത് 70 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ സെല്ലിന്റെ EMF എത്ര? അപ്പൊ E2 എന്ന് പറയുന്നത്
എത്രയാണ് കാണിച്ചത്. ഇക്വേഷൻ ഏതാവും? E1/E2 = L1/L2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. E1 1.25 divided by E2 is equal to L1 35 divided by L2 70. 35/70 2 into 1.1.25 that is E2 equal to 1.25 into 2 that is 2.5. ഇതാണ് രണ്ടാമത്തെ സെല്ലിന്റെ വോൾട്ടേജ്. ഇത്രയുമാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മോഡൽ എക്സാമിന് കാര്യമായി പഠിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങളുടെ ആൻസർ ഷീറ്റ് നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ട്. പരീക്ഷ 26-ാം തീയതിയാണ് തോന്നുന്നു ഫിസിക്സ് വരുന്നത്, മാറ്റിയ തിയറി പ്രകാരം അല്ലെ. അങ്ങനെയാണെങ്കിൽ സമയമുണ്ട്. മറ്റ് സബ്ജക്റ്റുകൾ വരുന്ന കൂടുതൽ ഗ്യാപ്പ് വരുന്ന സമയത്ത് ഫിസിക്സും കൂടി ചേർത്ത് പഠിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിർബന്ധമായും പരീക്ഷയ്ക്ക് മുൻപ് ആൻസർ ചെയ്ത് പഠിച്ചിരിക്കണം. അതിൻ്റെ കൂടെ നമുക്ക് സബായിട്ട് വീഡിയോസ് ഇട്ടെന്ന് ഒന്നും കൂടിയൊക്കെ കാണാം. പ്രോബ്ലംസും കൂടെ അതിൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്ത് നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക, നമുക്കത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവാം. പരീക്ഷ നന്നായിട്ട് എഴുതാം. ഓക്കെ, താങ്ക് യു.